ഏറ്റവും സ്നേഹമുള്ള ബെർലിനിലെ വിശ്വസിച്ചെത്തിയ രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, അടുത്ത ദിവസം നടക്കേണ്ട നമ്മളുടെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി ബെർലിനിൽ അപ്ലൈ ചെയ്ത് അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളുണ്ടാകും. ഈ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെർലിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ പോകുന്ന, ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്ക് വരാൻ പോകുന്ന കുട്ടികളാണ് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞു കുട്ടികൾ. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ് ടൈമുകളിൽ 1 വർഷത്തേക്ക് വേണ്ടി കുട്ടികൾക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകുന്നതിന് വേണ്ടി സ്ക്രീനിങ് ടെസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 6th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് മുതൽ 9th വരെയുള്ള കുട്ടികൾ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബെർലിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ബെർലിനെ കുറിച്ച് നല്ല ധാരണയും ഉണ്ടാവാം. എങ്കിലും ധാരണയില്ലാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാതാപിതാക്കളുണ്ടെങ്കിൽ, അവരെ ബെർലിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു കടമ കൂടിയാണ്. ആദ്യമായി എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്തോഷ് കുമാർ ബി. ഞാൻ ബെർലിൻ്റെ ഒരു ഡയറക്ടറാണ്. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ, ബാക്കി കാര്യങ്ങളും എല്ലാം കോർഡിനേറ്ററെ നിയന്ത്രിക്കുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഡയറക്ടർ ഞാനായതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ എന്നെ കൂടാതെ 3 ഡയറക്ടേഴ്സും കൂടിയുണ്ട്. സെബാസ്റ്റ്യൻ ജി മാത്യു, ജോർജ് തോമസ്, സ്റ്റീഫൻ ജോസഫ്. ഈ 3 പേരും കൂടി ഞങ്ങളുടെ ഡയറക്ടേഴ്സായിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്കീമുകളുടെ ചാർജുകളാണ്. ഏതായാലും നമുക്ക് ഇതാണ് ബെർലിൻ്റെ നിയന്ത്രിക്കുന്ന ആൾക്കാർ 4 പേരാണ്. ഇനി ബെർലിനിൽ കുറേ അധികം സെൻറ്ററുകളും ഇപ്പോഴുണ്ട്. പാലായിലുണ്ട്, എറണാകുളവും, തിരുവനന്തപുരവും, കോഴിക്കോടും, തൃശ്ശൂരും ബെർലിനിൽ സെൻറ്ററുകളുമായിട്ടുണ്ട്. ഈ പറഞ്ഞ സെൻറ്ററുകൾ കൂടാതെ നിങ്ങളുടെ കുട്ടികൾക്ക് വരാൻ, ഫൗണ്ടേഷൻ കുട്ടികൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് സെൻറ്ററുകൾ കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏതായാലും 37 വർഷമായിട്ട് 1984 മുതൽ നിലവിലുള്ള സ്ഥാപനമാണിത്. ചെറിയ ട്യൂഷൻ സെൻ്ററായിട്ട് തുടങ്ങി പടിപടിയായി എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം റിസൾട്ടുള്ള, എൻട്രൻസിൻ്റെ അകത്ത് ഏറ്റവും അധികം റിസൾട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ബെർലിൻ്റെ. കാരണം ഓരോ വർഷത്തെയും മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ വരുമ്പം കേരള റാങ്കിൽ ഏതാണ്ട് 75, 80, 85% ടോപ്പ് റാങ്കേഴ്സും ബെർലിനിലുണ്ട്. ഈ വർഷത്തെയൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 25-ൽ 22 തന്നെ ബെർലിനിലുണ്ട്. ആദ്യത്തെ 100-ൽ 77 പേരും. അതാണ് ബ്രില്യൻറ്റ്. ഒപ്പം എൻജിനീയറിങ്ങിൻ്റെ ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 60-65% റിസൾട്ടും ബ്രില്യൻറ്റിനാണ്. ഏതായാലും അങ്ങനെ പറയുമ്പോൾ ബാക്കി ഒരു സ്ഥാപനത്തിനും അത്രയും കിട്ടില്ലല്ലോ. അതുകൊണ്ട് നല്ല പോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്, അവരുടെ പരിശ്രമത്തിൽ നിന്നാണ് ഈ റിസൾട്ടെല്ലാം കിട്ടുന്നത്. അവർക്ക് പരിശ്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ മാത്രമേ ബ്രില്യൻറ്റിനാകുകയുള്ളൂ. ഏതായാലും ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്ന കുട്ടികളാണ്. ഒപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് സ്റ്റാഫ്. പെട്ടെന്ന് നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏറ്റവും കരുത്തുറ്റ ആൾക്കാർ ടീച്ചിങ് സ്റ്റാഫ് എന്ന് മാത്രമേ മനസ്സിൽ വരുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ടീച്ചിങ് സ്റ്റാഫ് പോലെ തന്നെ, അല്ലെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ബാക്കി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ ഹെൽപ്പ് കൊണ്ടാണ് ബ്രില്യൻറ്റിന് ഇത്രയും വളരാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സായിട്ട് വരാൻ പോകുന്ന ടീച്ചേഴ്സും, നമ്മുടെ ഓഫീസ് കാര്യങ്ങളും, ബാക്കി കമ്പ്യൂട്ടർ സെഷൻ, ഓൺലൈൻ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരും, നമുക്ക് വേണ്ടി നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ചെയ്തു തരുന്ന കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ നമുക്കിത് പറയുമ്പം ഇത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലേക്കേ പോയുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ബ്രില്യൻറ്റിനെ മനസ്സിലാക്കി വയ്ക്കുക. എന്തൊക്കെ
കോഴ്സുകളാണ് ബ്രില്യൻറ്റിൽ നിന്ന് കൊടുക്കുന്നതെന്നുള്ളത്. ഏതായാലും നിങ്ങളിപ്പം ഓൺലൈനായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ ഞങ്ങളിങ്ങനെ നിർബന്ധിതരാകുകയും ഈ സംവിധാനത്തിൽ എത്തുകയും ചെയ്തത്. അതിൻ്റെ ഒരു വലിയ പ്രയോജനവും കിട്ടി. നമ്മളുടെ അടുത്തു വരാൻ പറ്റാത്ത കുട്ടികൾക്ക് അവരെവിടെയാണെങ്കിൽ തന്നെ അവർക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ കോവിഡ് ഒരുക്കി തന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്തൊക്കെയാണ് നമുക്കുള്ള കോഴ്സുകൾ എന്ന് പറയാം. നമുക്ക് 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾക്ക് വേണ്ട ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന നിങ്ങളിപ്പം ചേരാൻ പോകുന്ന ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നു. അതിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് നിങ്ങളെ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന പോലെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ്? നമുക്ക് കുട്ടികൾ വന്ന് ചേരാൻ താല്പര്യമുള്ള എല്ലാവരെയും നമ്മൾ ചേർത്താൽ മതിയായിരുന്നു. പക്ഷേ സ്ക്രീനിങ് ടെസ്റ്റ് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന്, ഒരു കാര്യത്തിന് നമുക്ക് കുറച്ച് കുട്ടികളെ വേണം, കുറച്ച് ആൾക്കാരെ വേണം എന്നുണ്ടെങ്കിൽ ആ പർപ്പസ് നടത്താൻ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഫുട്ബോൾ ടീമിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കുട്ടികൾ സെലക്ട് ചെയ്ത് വരുന്ന കുട്ടികൾ ഒരുവിധം ആരോഗ്യമുള്ള, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഒരുമിച്ച് ഓടാൻ പറ്റുന്ന കുട്ടികളെ വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ പറ്റാത്ത ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആ സെലക്ട് ചെയ്യപ്പെടാനുള്ള കഴിവ് ആർജിച്ചതിന് ശേഷം വന്ന് ചേർന്നാൽ മാത്രമേ അല്ലേ ബാക്കി ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിനെക്കുറിച്ച് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അകത്ത് എത്ര മാർക്ക് കിട്ടിയാൽ സെലക്ഷൻ കിട്ടും എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര മാർക്ക് കിട്ടിയാൽ സെലക്ഷൻ കിട്ടും എന്നുള്ളത് നമ്മൾ പരീക്ഷകൾക്ക് ശേഷം, നമ്മൾ പരീക്ഷ ഫ്രെയിം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല ഇത് എത്രമാത്രം നിലവാരമുള്ളതാണ്, അല്ലെ എത്രമാത്രം മാർക്ക് വരെ കുട്ടികൾ സ്കോർ ചെയ്യുമെന്നൊന്നും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അകത്ത് ഇത്ര പെർസെൻറ്റേജ് കിട്ടുക എന്നുള്ളതല്ല, ആ ടോപ്പ് മാർക്കും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പം നമുക്കൊരു ധാരണ കിട്ടും. ഏതാണ്ട് ഇത്രയും മാർക്കിൽ കൂടുതൽ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വന്നാൽ പഠിക്കാൻ കുറച്ചും കൂടെ താല്പര്യം കൂടുതൽ കാണും. അപ്പോൾ അതായിരിക്കും നമ്മളുടെ സെലക്ഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടാതെ വരുന്ന കുട്ടികളുണ്ടാവാം. അവർ മോശം എന്നൊന്നും അർത്ഥമില്ല. അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടിയ കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യപ്പം അല്പം കുറവായിപ്പോയി. അതിൻ്റെ അകത്ത് അവർ കയറി വരണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്ക്രീനിങ് ടെസ്റ്റിലൂടെ നമ്മൾ സെലക്ഷൻ നടത്തി 5ൽ പഠിക്കുന്ന കുട്ടികൾക്ക് 6ാം ക്ലാസ്സിലും അത് 6ലെ 7ലും അങ്ങനെ നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സ്. ഈ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വരുമ്പം സാധാരണ എല്ലാവരുടെയും മനസ്സിലുള്ളത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കൂളിലെ പഠനത്തിൻ്റെ അകത്തുനിന്ന് കിട്ടാത്ത പോകുന്ന കുറവുകൾ വരുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്തിപ്പെടാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു അഡീഷണൽ ടീച്ചിങ് കൂടെ കൊടുക്കാറുണ്ട് കുട്ടികൾ. ട്യൂഷൻ നമ്മൾ പറയും. അപ്പോൾ ട്യൂഷൻ കൊടുക്കുമ്പം കുട്ടികൾക്ക് സ്കൂളിലെ പാഠത്തിൻ്റെ അകത്ത് കുറവ് വന്നതിനെ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കി അവർക്ക് പരീക്ഷകൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യം. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ അറിവ് ഉപയോഗിക്കാനുള്ള ഓർമ്മയേക്കാൾ കൂടുതൽ അറിവ് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണിത്. നമ്മളുടെ കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി ഫൗണ്ടേഷൻ്റെ അകത്ത് നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കരുത്. തിരിച്ച് അറിവ് കൂടുതൽ കിട്ടാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനുള്ള അറിവ് കിട്ടുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ചേർക്കാൻ പറ്റും. അതിൽ 6, 7, 8 ക്ലാസ്സിലെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് സ്കൂളിലെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് എടുത്തു പോകുന്നത്. ക്ലാസ്സിലെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ചില സിലബസുകൾ തമ്മിൽ സബ്ജക്റ്റിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എന്നാലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. 9th 10th ക്ലാസ്സിൽ എങ്ങനെയാണ്
അപ്പം അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. 9th 10th ക്ലാസ്സുകളിലെത്തുമ്പോൾ നമ്മൾ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കുട്ടികൾ എൻട്രൻസ് എഴുതാൻ പോകുന്നതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടതിൻ്റെ ബേസാണ് 9th 10th എടുത്തു കൊടുക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 11th 12th സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് എൻജിനീയറിങ്ങിൻ്റെ ആണെങ്കിലും മെഡിക്കലിൻ്റെ ആണെങ്കിലും ഞങ്ങൾ ഈ 2 സൈഡ് മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പരീക്ഷകൾ വരുന്നത് എൻട്രൻസ് എക്സാമിനേഷനുകൾ. അതിൽ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിലെ JEE മെയിനും JEE അഡ്വാൻസ് IITക്ക് വേണ്ടിയുള്ള JEE അഡ്വാൻസ്, കേരള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, കുസാറ്റിൻ്റെ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, അങ്ങനെയുള്ള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് കുട്ടികൾക്ക് പരീക്ഷയായിട്ട് വരുന്നത്, സബ്ജക്റ്റായിട്ട് വരുന്നത്. മെഡിക്കലിന് ഇപ്പോൾ ഒറ്റ പരീക്ഷയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. നീറ്റ് UG മെഡിക്കൽ എന്നാണ് ഫുൾ നെയിം. നാഷണൽ എൻട്രൻസ് കം എലിജിബിലിറ്റി ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എന്ന്. കാരണം നീറ്റ് PG മെഡിക്കലും ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയുള്ള MBBS കഴിഞ്ഞ് കുട്ടികൾക്കുള്ള നീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷകൾക്കകത്തും കുട്ടികൾക്ക് +1 +2 സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടി 9th 10th നമ്മളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് 11th 12th സയൻസ് സബ്ജക്റ്റുകൾക്കായിരിക്കാം. അങ്ങനെ വരുമ്പം 9th 10th വെച്ച് നമ്മൾ മെഡിക്കൽ എൻജിനീയറിംഗ് എന്നുള്ള രീതിയിലുള്ള ബൈഫ്രക്കേഷനൊന്നുമില്ല. 4 സബ്ജക്റ്റും മെയിനായിട്ട് തന്നെ നമ്മൾ എടുത്തു പോകും. 9th 10th നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് വിത്ത് 11th and 12th എന്നാണ്. അപ്പോൾ 4 വർഷത്തെ കോഴ്സിലേക്കാണ് 9th വരുന്നൊരു കുട്ടിക്ക് നമുക്ക് ഇവിടുത്തെ കോഴ്സിലെ അഡ്മിഷൻ എന്ന് വേണേൽ പറയാം. 10th വരുന്നയാൾക്ക് 10th മുതൽ നമുക്ക് അഡ്മിഷൻ എന്ന് പറയാം. 10th മുതൽ 11th 12th പഠിച്ചു. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റഡ് പാർട്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ 11th ചെല്ലുന്ന സമയത്ത് 10th പാസ്സാകുന്ന സമയത്ത് സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം അറിവുണ്ടായിരിക്കണം. എൻട്രൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. എൻട്രൻസിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ റിഫൈനിങ് പാർട്ടുകൾ അഡീഷണൽ പഠിക്കാനുള്ളതും കൂടുതൽ ടോപ്പിക്ക് പഠിക്കുന്നതെല്ലാം 11th വെച്ചും 12th വെച്ചും. പക്ഷേ 9th വെച്ചും 10th വെച്ചും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം അവിടെ ഞങ്ങൾ കാണാറുണ്ട്. 9th 10th പഠിക്കുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ 11th 12th ടോപ്പിക്കുകൾ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അല്പമൊക്കെ മനസ്സിലാകാതെ വന്നേക്കാം. കാരണം ഹയർ ലെവലിലല്ലേ പഠിപ്പിച്ചു പോകുന്നത്. ആ മനസ്സിലാകാതെയൊന്നും നിങ്ങളെ ബാധിക്കില്ല. അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളതിൻ്റെ അകത്ത് ഒത്തിരി വിജയം കണ്ടതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ വന്ന കുട്ടികളാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മളുടെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് വന്ന നല്ല റാങ്കുകളിലെല്ലാം എത്തിയിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ അതിനുള്ള ബേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബെർലിനിലെ കോഴ്സുകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങളുടെ കോഴ്സുകളെക്കുറിച്ച് തന്നെയായിപ്പോയി. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് ഞങ്ങൾ ജനറലി പറയുമെങ്കിലും 6th 7th 8th ആണ് ഫൗണ്ടേഷൻ. 9th 10th നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ ആണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇനി അടുത്ത പ്രോഗ്രാമിനെ കുറിച്ചും പറയേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടുന്നതും സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾ. സെലക്ഷൻ കിട്ടുന്നത് ആ വന്ന സമയത്ത് നമ്മൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം കുട്ടികൾ കഴിവ് കാണിക്കുന്നുള്ളവരെ മാത്രം നമ്മളൊന്ന് മാറ്റി നിർത്തി ക്ലാസ് എടുക്കുന്നു. അപ്പോൾ കഴിവ് കുറവുള്ള കുട്ടികളോ മോശം എന്നൊന്നും ഞങ്ങൾക്ക് പറയാനാകില്ല. അതുവരെ അശ്രദ്ധമായിട്ട് പോയി കാണും എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾ 8th 9th 10th ക്ലാസ്സുകളിൽ വെച്ച് മാത്രം കുട്ടികൾക്ക് സ്കൂൾ പ്ലസ് എന്നൊരു പ്രോഗ്രാം കൂടെ നടത്തുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾക്കോ ഇനി സെലക്ട് ചെയ്തിട്ട് വേണേലും നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് വേണ്ട എന്ന് തോന്നുന്നവർക്കും വേണേൽ ജോയിൻ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് സ്കൂൾ പ്ലസ്. അത് 8th 9th 10th ഉള്ളൂ, 6th 7th ഇല്ല എന്നും പ്രത്യേകം. അവിടെ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കുന്ന പോലെ തന്നെ സ്കൂൾ സബ്ജക്റ്റിൻ്റെ ബേസിലാണ് ക്ലാസ് എടുത്തു പോകുന്നത്. 8th 9th 10th സ്കൂൾ പ്ലസ് പ്രോഗ്രാം. അതിന് സ്ക്രീനിങ് ടെസ്റ്റ് ഒന്നുമില്ല. താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും ചേരാം. അവിടെ നമ്മൾ സ്കൂളിൻ്റെ സബ്ജക്റ്റിനെ തന്നെ എൻട്രൻസിൻ്റെ രീതിയിൽ
പഠിപ്പിച്ച് അപ്പോൾ ആ കുട്ടികൾ സ്കൂൾ സബ്ജക്റ്റ് പഠിച്ചു വരും. 11th വരുമ്പോൾ ഒരു പക്ഷേ 11th സബ്ജക്റ്റ് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ എൻട്രൻസിൻ്റെ രീതികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. കൂടാതെ ഇപ്പോഴത്തെ CBSE സിലബസിൽപ്പെട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വർഷം 10th സ്റ്റാൻഡേർഡിലും 12th സ്റ്റാൻഡേർഡിലും CBSE ഹാഫ് ഇയർലി ആയിട്ട് തന്നെ പബ്ലിക് എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞു. ആ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുന്നതും എൻട്രൻസിൻ്റെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊണ്ട് അതുവരെ കവർ ചെയ്യുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നടത്തിയ പരീക്ഷയാണ്. അത് 2 പരീക്ഷയാക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കോവിഡ് വന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം നമ്മുടെ +2-ലും 10th-ലും ബോർഡ് എക്സാമിനേഷൻ നടത്താൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ പ്രീവിയസ് മാർക്കിൻ്റെ ബേസിൽ അവർക്ക് 10th-ൻ്റെയും 12th-ൻ്റെയും മാർക്കൊക്കെ കൊടുത്ത് പരീക്ഷ ഇല്ലാതെ പരീക്ഷ നടത്തുക ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം. അങ്ങനെ ഒരു വയ്യാത്ത സാഹചര്യം വരുവാണെങ്കിൽ അന്നേരം ഇതുപോലെ കോമൺ ആയിട്ട് നടത്തിയ എൻട്രൻസിൻ്റെ രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് നടത്തിയ പരീക്ഷയുടെ ബേസിൽ മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ്. മാർച്ച് ഏപ്രിലായിട്ട് നടത്താൻ പോകുന്ന പരീക്ഷയിലും ഈ എൻട്രൻസിൻ്റെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് രീതിയിലുള്ള പരീക്ഷയും അവർ ഉൾക്കൊള്ളിക്കും എന്നാണ് കേൾക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ അടച്ചിടേണ്ട ഒരു സാഹചര്യം വല്ല മാർച്ച് ഏപ്രിൽ വരുവാണ്. CBSE വീട്ടിലിരുത്തിയാണെങ്കിൽ പോലും ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ഇതുപോലെയുള്ള പരീക്ഷ കൊടുക്കാൻ പോലും നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ വേണ്ടി വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കിനിയുള്ളത് കാലങ്ങളിൽ നമുക്ക് വരുന്ന ഈ മാസം ജനുവരി മുതലെല്ലാം നമുക്ക് സ്കൂളുകളിൽ എല്ലാവർക്കും സേഫായിട്ട് പോകാൻ പറ്റും എന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം വന്നാലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്. അപ്പോൾ അങ്ങനെ അത് നിങ്ങളിൽ സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടുന്ന കുട്ടികളെ ഉദ്ദേശിച്ചല്ലാതെ സ്റ്റിൽ കിട്ടാതെ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ബാക്കി കോഴ്സുകളെക്കുറിച്ചും ജസ്റ്റ് ഞാനൊന്ന് പറയാം. 11th കയറുന്ന 10th-ൽ നിന്ന് 11th വരുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ 10th സമയത്ത് ഒക്ടോബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഒക്കെ ആയിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ഇട്ടിട്ട് എല്ലാ ദിവസവും എൻട്രൻസ് ക്ലാസ്സുകൾ കിട്ടുന്ന ചില സെൻറ്ററുകളിൽ, അപ്പോൾ ആ സെൻറ്ററുകളിൽ വരണമെങ്കിൽ അതുമായിട്ട് അടുത്തുള്ള സ്കൂളുകളിൽ മാത്രം പഠിച്ചാലേ പറ്റുള്ളൂ. സ്കൂളുകളിൽ 11th 12th പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നമ്മൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിപ്പം നിങ്ങൾ 9th നിന്ന് 10th കയറുന്ന കുട്ടികൾ വരെയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇപ്പം ഞാൻ എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അടുത്ത വർഷം ഒക്ടോബറിലൊക്കെ ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ അകത്ത് കിട്ടിയ കുട്ടികൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ അഡ്മിഷൻ തരും. പക്ഷേ അവർക്ക് സെലക്ഷൻ ഏത് സ്കൂളിൽ പഠിച്ചിട്ട് വരണം എന്നുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് 10th വെച്ച് നിങ്ങൾക്ക് നടത്താൻ പോകുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ഓപ്പണായിട്ട് എല്ലാ സ്കൂളിലെ കുട്ടികളും ഉൾപ്പെടെ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ പഠിക്കാനുള്ള അവസ്ഥ കിട്ടുക. അത് ഞങ്ങൾ വീണ്ടും പറഞ്ഞുതരാം. അത് നമ്മളുടെ 10th കഴിഞ്ഞ് 11th വരുമ്പോൾ കുട്ടികൾക്ക് 11th-ലും 12th-ലുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്. അവിടെ എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും കുറച്ച് സമയമെങ്കിലും ബ്രില്യൻറ്റിൻ്റെ എൻട്രൻസ് ക്ലാസ്സുകളുണ്ടാകും. കൂടാതെ 10th പാസ്സായിട്ട് 11th വരുന്ന കുട്ടികൾക്ക് നമുക്ക് ലോങ് ടൈം പ്രോഗ്രാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം നമ്മുടെ സെൻറ്ററുകളിൽ വരുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. നമുക്ക് ഏതെങ്കിലും സെൻറ്ററിലുണ്ടെങ്കിൽ അതിനടുത്തുള്ള സ്ഥലത്തെ കുട്ടികൾക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ഓൺലൈനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞപ്പം നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ട്. ഏതായാലും അടുത്ത വർഷത്തേക്ക് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെ 6th 7th സ്റ്റാൻഡേർഡിന് വരുന്ന വർഷത്തേക്ക് എല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. 8th 9th 10th ക്ലാസ്സുകളിൽ ഓൺലൈൻ മാത്രമായിട്ടും അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഓഫ്ലൈനായിട്ട് നമ്മളുടെ ആ സെൻറ്ററുകളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് സെൻറ്ററുകളിലൊക്കെ ക്ലാസ്സുകളുണ്ടെന്നുള്ള കാര്യം പറയാം. അങ്ങനെ ആ സെൻറ്ററുകളിൽ വന്ന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നിർബന്ധമുള്ള കാര്യമല്ല. ഓൺലൈനായിട്ട് തന്നെ വേണമെങ്കിൽ എവിടെയുള്ള കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലൈന് ഏതായാലും ഓഫ്ലൈൻ, അതായത് സെൻറ്ററുകളിൽ വരുന്ന കുട്ടികൾക്കും കുറച്ച് ക്ലാസ്സുകളെല്ലാം എങ്ങനെയാണെങ്കിലും ഓൺലൈനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കിനി വരുന്ന കാലഘട്ടത്തിൽ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ
6ഉം 7ഉം നമ്മൾ ഓൺലൈൻ ഒള്ളി ആയിരിക്കും. ബാക്കി ക്ലാസ്സുകൾ ഓൺലൈൻ ഒള്ളി ഉണ്ടാവും, ഓൺലൈൻ പ്ലസ് ഓഫ്ലൈനും ഉണ്ടാവും. ഓഫ്ലൈൻ ആണെങ്കിലും കുറച്ച് ക്ലാസ്സുകളെല്ലാം നമ്മൾ അങ്ങനെ എടുത്ത്. അത് ഞാൻ 10th കഴിഞ്ഞ് 11th ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേരാം, അല്ലെങ്കിൽ 11th തുടങ്ങുന്ന സമയത്തോ 10th പരീക്ഷ തീരുന്ന സമയത്തോ 2 ഇയർ ലോങ് ടേം പ്രോഗ്രാമുകൾ, ആ 2 ഇയർ ലോങ് ടേം പ്രോഗ്രാമുകൾ സ്കൂളിലൊന്നും ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ക്ലാസ്സുകളും, സ്കൂളിൽ ക്ലാസ്സുകളുള്ള സമയത്ത് നമ്മൾ ശനി ഞായർ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട്, അത് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ലോങ് ടേം പ്രോഗ്രാം ഉണ്ടാവും. 11th തീർന്നു വരുന്ന കുട്ടികൾക്ക് 12th മാത്രമായിട്ട് 1 ഇയർ ലോങ് ടൈം പ്രോഗ്രാം ഉണ്ടാവും. 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 12th പഠിച്ചു കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കാലം കൊണ്ട് മാത്രം ഉള്ള ക്രാഷ് കോഴ്സുകളുണ്ടാവാം. ക്രാഷ് കോഴ്സുകളുണ്ട്. അതുപോലെ CBSE ISCകളൊക്കെ 12th +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും 2 സ്കീമായിട്ട് തന്നെ പരീക്ഷ ഇടുന്നു, സെമസ്റ്ററായിട്ട് തന്നെ പരീക്ഷ ഇടുന്നു. അതിൽ നമ്മൾ 10th പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിലുള്ള പരീക്ഷകൾ, അതിനുവേണ്ടിയുള്ള ബോർഡ് പ്ലസ് എന്ന് പറയുന്ന വേറൊരു പ്രോഗ്രാമുണ്ട്. 12th കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇവിടെയൊന്നും വന്ന് പഠിക്കാൻ പറ്റാതെ വന്ന, ഏതെങ്കിലും ട്രെയിനിങ് കിട്ടാതെ വന്നതിൻ്റെ പേരിൽ എൻട്രൻസിൽ മാർക്ക് പുറകോട്ട് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ, ട്രെയിനിങ് കിട്ടിയിട്ട് ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്ത കുട്ടികളുണ്ട്, റിപ്പീറ്റ് ചെയ്യാനുള്ള മെഡിക്കലിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് ബ്രില്യൻറ്റിലുള്ളത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ്, നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ സബ്ജക്റ്റ് ഡിവിഷനൊന്നുമില്ല. അതേസമയം 11th 12th ആകുമ്പോൾ എൻജിനീയറിങ് ആൻഡ് മെഡിക്കൽ എന്നുള്ള ഡിവിഷൻ വരുമ്പോൾ എൻജിനീയറിങ്ങുകാർക്ക് വേണ്ട ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും, മെഡിക്കലുകാർക്കാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരിക്കും ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. പക്ഷെ നമ്മളുടെ ക്ലാസ്സുകളിൽ ഇത് മാത്രമല്ല, മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂടാതെ സ്കൂൾ തലത്തിൽ നടക്കുന്ന ഒളിമ്പിയാഡുകളും NDSC പോലെയുള്ള എക്സാമിനേഷനുകളെ ലക്ഷ്യം വെച്ച് സോഷ്യൽ സ്റ്റഡീസിൻ്റെ അവയർനെസ് ക്ലാസ്സുകളും മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകളും എല്ലാം കൂടെ കൂട്ടിയാണ്. ഈ മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകളുടെ ഉദ്ദേശം, നമ്മൾ 10th കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു ലോജിക്ക് കൂടി ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. കൂടാതെ ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് NDSC AVPY പോലെയുള്ള എക്സാമിനേഷനുകളുടെ പരീക്ഷകളൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അത് സ്കൂൾ പ്ലസ്സിലാണെങ്കിലും ബോർഡിലാണെങ്കിലും 9th കുട്ടികൾക്ക് പ്രീ NDSC എന്നുള്ള പരീക്ഷാ സ്കീമുണ്ട്. 10th കുട്ടികൾക്കാണ് NDSC പരീക്ഷാ സ്കീമുണ്ട്. കൂടാതെ ഒളിമ്പിയാഡുകൾ എഴുതുന്ന 8th 9th 10th ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ആണെങ്കിലും സ്കൂൾ പ്ലസ് ആണെങ്കിലും അവർക്കും നമ്മൾ ഈ ഒളിമ്പിയാഡുകളിലെ എല്ലാം പരീക്ഷകളും നടത്തി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ വരുമ്പോൾ ഒരു കാര്യമുണ്ട്, സാധാരണ നമുക്ക് കിട്ടാത്ത ദിവസം ഞായറാഴ്ചകളൊക്കെ ഉൾപ്പെടെ ആയിരിക്കും പരീക്ഷകൾ. അതെല്ലാം ഓൺലൈനായിട്ടും പരീക്ഷകൾ. അപ്പോൾ ഓൺലൈനായിട്ട് എക്സാമിനേഷൻ വരുന്ന സമയത്ത് പേരൻസ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ സൂപ്പർവിഷന് വേണം നമ്മളുടെ മക്കളെ കൊണ്ട് പരീക്ഷകൾ എഴുതിച്ച് പ്രാക്ടീസ് ചെയ്യിക്കാൻ എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയാണ് നമുക്ക് ഈ സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് കൂടാതെ ഇത് വരുവാണെങ്കിൽ നിങ്ങൾ സെലക്ഷൻ കിട്ടി ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ചേരാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ചേരാവുള്ളൂ. കൂടാതെ നിങ്ങൾ ബ്രില്യൻറ്റിൽ എന്ത് വാചകം അടിച്ചാലും, ഞങ്ങൾ വാചകം അടിക്കാൻ മോശം എന്നൊന്നും ഒരിക്കലും പറയില്ല. പക്ഷേ ഇപ്പോഴിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ പഠിച്ചു പോയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പേരൻസിനെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ അടുത്തൊരു അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് ചേരാൻ. ഇത് നമുക്ക് ചേരുന്നവരെയൊക്കെ നമുക്ക് ഇഷ്ടമൊക്കെ ആയിരിക്കാം, നമ്മൾ നല്ല മനസ്സോടെ ആവാം. അല്പം കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പേരൻസും മറക്കണ്ട, കുട്ടികളും മറക്കണ്ട. ചില പേരൻസ് ആണെങ്കിൽ കുട്ടികൾ മടുപ്പ് പറയുമ്പോഴത്തേക്ക് ഇത്രയും ക്ലാസ് വേണ്ട എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അല്പം ക്ലാസ്സൊക്കെ കൂടുതൽ വേണം, അല്പം പഠിക്കാൻ നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞെന്നിരിക്കും. അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികളും ചേരരുത്, പേരൻസ് അവരെ ആക്കാനും പാടില്ല. ചുരുക്കം ചില പേരൻസ് നമുക്ക് ഞങ്ങളൊരു ക്ലാസ്സിന് പോരാ, എനിക്ക് ഇച്ചിരി എടുത്ത് തരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് മറുപടി പറഞ്ഞാലും ഞങ്ങൾ എടുത്തു കൊടുക്കും. പക്ഷേ ചില പേരൻസ് മാത്രം
ഇത്രയും ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ക്ലാസ് എടുക്കുന്നതിന് മടി പറയരുത്. കുട്ടികൾക്ക് ഫ്രീ വേണ്ടേ? ചില കുട്ടികളുണ്ട് എനിക്ക് ഫ്രീ വേണം എന്ന് പറയും. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ളത് ചേരരുത്. നമുക്ക് സ്കൂളിലുണ്ടല്ലോ, നമ്മുടെ സ്കൂളുകൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് കഷ്ടപ്പെടാൻ തയ്യാറുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണെന്ന് എന്നോർത്തോണം. അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കുട്ടികളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ വീണ്ടും സ്ക്രീനിങ് ടെസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ ഇതിൻ്റെ അവയർനെസ് കിട്ടും. കൂടാതെ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ തരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സിലബസ് ഏതാണെന്നുള്ള കാര്യങ്ങളും എക്സാമിനേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ മെയിൻ കോർഡിനേറ്ററായിട്ടുള്ള പ്രദീപ് സാർ നിങ്ങളോട് ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചും കൂടി നിങ്ങളോടൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ഒൺലി പ്രോഗ്രാമുണ്ട്, ഓൺലൈൻ പ്ലസ് ഉണ്ട്. ഏതായാലും 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും നമുക്ക് ഓൺലൈൻ ഒൺലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫീസ് സ്ട്രക്ചറിൻ്റെ അകത്ത് 6th സ്റ്റാൻഡേർഡിന് 20,000 പ്ലസ് GST ആണ്, ഓൺലൈൻ ഒൺലിയാണ്. 7th സ്റ്റാൻഡേർഡിലാകുമ്പോൾ 25,000 പ്ലസ് GST ആണ് നമ്മുടെ ടോട്ടൽ ഫീ ഫോർ ഇയർ. അത് നമ്മൾ നോർമലി ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അടച്ചിട്ട്, നമ്മൾ സെലക്ഷൻ കിട്ടി നിങ്ങൾ ചേരാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഡേറ്റുകൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഓറിയൻറ്റേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ കുട്ടികളുടെ പ്രൊഫൈലിൽ കയറി നമുക്കത് ഫീസ് അടയ്ക്കാൻ പറ്റും. അതുപോലെ 8th സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമുക്ക് കോഴ്സ് ഫീ വരുന്നത് 25,000 തന്നെയാണ് ഓൺലൈൻ കോഴ്സിന് വരുന്നത്. 9th സ്റ്റാൻഡേർഡിലും 10th 30,000 ആണ് നമ്മളുടെ ഓൺലൈൻ ഫീ എന്ന് പറയുന്നത്. ഇനി ഞങ്ങളുടെ സെൻറ്ററുകളിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് സെൻറ്ററുണ്ട്, ചങ്ങനാശ്ശേരിയിൽ സെൻറ്ററുണ്ട്, പാലായിൽ സെൻറ്ററുണ്ട്, എറണാകുളം സെൻറ്ററുണ്ട്, തൃശ്ശൂർ സെൻറ്ററുണ്ട്, കോഴിക്കോട് സെൻറ്ററുണ്ട്, കൂടാതെ തൊടുപുഴയുണ്ട്, കാഞ്ഞിരപ്പള്ളിയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ സെൻറ്റ് ആൻ്റണി സ്കൂളിൻ്റെ അടുത്താണ്, അതുകൊണ്ട് സെൻറ്റ് ആൻ്റണി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. ഇത്രയും സെൻറ്ററുകളിൽ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സും വരുന്നുണ്ട്. 6, 7 ഇല്ല എന്നോർത്തോണം. 8, 9, 10 സ്റ്റാൻഡ് അവിടെ വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും അവർക്ക് കുറേ ക്ലാസ്സുകളെല്ലാം ഓൺലൈനായിട്ട് തന്നെയായിരിക്കും എടുക്കുന്നത്, എല്ലാം ഓഫ്ലൈൻ ആയിരിക്കില്ല. അവിടെ ഫീസിന് അല്പം വർധനവുണ്ട്. 25,000 എന്നുള്ളത് 8th സ്റ്റാൻഡേർഡിൽ 30,500 വരും. 9th 10th 35,000 വരും. 5,000 രൂപയുടെ വ്യത്യാസം. 8th 5,500 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ഫീസാണ്. കൂടാതെ GST ആപ്ലിക്കബിളുമാണ്. എല്ലാത്തിനും 18% GST, ഇപ്പോഴത്തെ നിലയിൽ 18% GST. ഇതാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫീസ് സ്ട്രക്ചറിൻ്റെ അകത്ത്, ഫീസിൻ്റെ അകത്ത് നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ ഉൾക്കൊള്ളും. നിങ്ങൾക്ക് നടത്തുന്ന പരീക്ഷകളെല്ലാം ഉൾക്കൊള്ളും. ഇതെല്ലാം സ്റ്റഡി മെറ്റീരിയലെല്ലാം നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും. വന്നു വാങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അതിനുള്ള സാഹചര്യവും ഉണ്ടാക്കി തരും. ഇത്രയാണ് കോഴ്സ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് സ്ക്രീനിങ് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ പ്രോഗ്രാം വെക്കും. ഇത് കേൾക്കാത്ത മാതാപിതാക്കളുണ്ടാവാം, കയറാത്തവരുണ്ടാവാം. പക്ഷേ സ്ക്രീനിങ് കിട്ടിക്കഴിഞ്ഞുള്ളതിൻ്റെ അകത്ത് നിങ്ങൾ കയറാൻ പറയണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമായിട്ട്. ഇനി കൂടാതെ നമുക്ക് കുറച്ച് കാര്യം കൂടി അറിയണം. അത് പ്രദീപ് സാറ് നിങ്ങളോട് ഇപ്പം തന്നെ വിശദീകരിച്ച് തരും. കൂടാതെ ഈ കോഴ്സിനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. ആ സംശയങ്ങളും ഇതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾ റൈസ് എ ഹാൻഡ് ഓപ്ഷൻ എടുക്കുക. റൈസ് എ ഹാൻഡ് ഓപ്ഷൻ എടുത്താൽ നമുക്കത് അൺമ്യൂട്ട് ചെയ്ത് തരാം. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കഴിയുന്ന രീതിയിൽ ദൂരീകരിച്ച് തരാം. ഒക്കെ ഏതായാലും വർഷത്തിൻ്റെ ആദ്യയാളിലെ എല്ലാവർക്കും 2022 എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രദീപ് സാറിനെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് ശേഷം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രദീപ്, ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ സന്തോഷ് സാർ പറഞ്ഞിരുന്നു നമ്മളോട് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ബേസ് ആക്കി എടുക്കുക, സബ്ജക്റ്റിൽ നമുക്ക് ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും
5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട്, 6ൽ പഠിക്കുന്നവരുണ്ട്, ദെൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, 8, 9 ഇത്തരം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ പേരൻസുമാണ് ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ, അടുത്ത വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 2022 കയറിയിരിക്കുന്നു. അപ്പോൾ 22 ദെൻ 23 അക്കാഡമിക് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് അവർ നെക്സ്റ്റ് ഇയർ 6, 7, 8 വരുന്നു. ആ പ്രോഗ്രാമിലേക്കുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് നമ്മൾ ജനുവരി 22 കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ അടുത്ത വർഷത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് 9ലും 10ലേക്ക് വരും. അവർ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നു. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബേസ് ആക്കി എടുക്കുക. അതായത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ടോപ്പേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ടോപ്പേഴ്സാണ്. അങ്ങനെ എല്ലാവരും പഠിത്തം തന്നെ ഒരു ഹോബിയായിട്ട് കരുതുന്നവരാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിലുള്ളത്. കാരണം സ്കൂളിലെ പ്രോഗ്രാം, അതായത് സ്കൂളിലെ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് തീർത്തതിന് ശേഷം സമയം വീണ്ടും പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നമ്മുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ 6, 7, 8 നമ്മൾ സയൻസും മാത്സുമാണ് ക്ലാസ് മെയിനായിട്ട് എടുക്കുക. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ ബയോളജി, ദെൻ മാത്സ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് നമ്മൾ പോവുക. അപ്പോൾ 6ൽ പഠിക്കുന്നവരെ നമ്മൾക്ക് സ്കൂളിൻ്റെ സിലബസിനേക്കാൾ കുറച്ച് ഹയറായിട്ട് നമ്മൾ ക്ലാസ് എടുത്തു പോകും. സ്കൂൾ സിലബസിന് അത്രയും ഡീറ്റെയിൽഡ് ആയിരിക്കില്ല. സ്കൂൾ സിലബസിൻ്റെ ഹയർ ടോപ്പിക്കിലേക്കായിരിക്കും നമ്മൾ പോവുക. ഹയർ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലേ കയറി വരികയുള്ളൂ. ദെൻ 7ാം ക്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ക്ലാസ് പോവുക. 8ലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഹയർ ടോപ്പിക്ക്, ഹയർ തിങ്കിങ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ 9ഉം 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 9ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കും വരുന്നവർക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്നാണ് പറയുക. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഹൈലി അഡ്വാൻസ്ഡ് ആയി. അതായത് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ 9ാം ക്ലാസ്സിലെ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഹയർ ആയിട്ട്, ഇപ്പോൾ 9ൽ പഠിക്കുന്നവരെ നമ്മൾ സബ്ജക്റ്റ് ഈക്വൽ ടു +1 ലെവലിലുള്ള ചാപ്റ്ററുകളായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക, പരീക്ഷകൾ നടത്തുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലേക്ക് വരുന്നവരാണെങ്കിലും നമ്മൾ സ്കൂൾ സിലബസിനേക്കാൾ ഹയർ ആയിട്ടുള്ള രീതിയിൽ +2, +1 ലെവൽ തന്നെ നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. അത് +1, +2 ലെവലിന് ഈക്വൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് 9നെയും 10നെയും നമ്മൾ ഇൻ്റഗ്രേറ്റഡ് എന്നും ദെൻ 6, 7, 8നെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നു. അപ്പം 6ാം ക്ലാസ്സിൽ കയറുന്ന കുട്ടിക്ക് അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് അല്ല, പ്രൊമോഷൻ ടെസ്റ്റാണ്. ദെൻ 7ലേക്ക് വരുന്നു, പ്രൊമോഷൻ ചെയ്യുന്നു. ദെൻ 8ലേക്ക് വരുന്നു, പ്രൊമോഷൻ ടെസ്റ്റ് നടക്കുന്നു. ദെൻ 9, 10, +1, +2 അങ്ങനെ പോകുകയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 6ൽ പഠിക്കുന്നവർ, നമുക്ക് ഈ വർഷത്തെ കേരള ടോപ്പേഴ്സ് നമുക്കറിയാം. നമ്മുടെ ഗൗരി ശങ്കർ ഫൗണ്ടേഷൻ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഗൗരി ശങ്കർ ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ഒരു ബാച്ചിൽ ഉൾപ്പെട്ട ഒരാളാണ്. അപ്പം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നേരിട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്ക് +1, +2 ലെവലിലുള്ള ടോപ്പിക്ക് ബെർലിനിൽ നിന്ന് ക്ലാസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിലേക്കുള്ള റിസൾട്ടിലേക്ക് മേടിക്കാൻ പറ്റിയെന്നാണ് അവൻ നേരിട്ട് പറഞ്ഞത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്നെങ്കിൽ IIT അല്ലെങ്കിൽ നീറ്റ് ഓർ എയിംസ് അഡ്മിഷൻ, നല്ലൊരു MBBS അല്ലെങ്കിൽ മെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നല്ലൊരു റിസൾട്ട് മേടിക്കണമെങ്കിൽ ഉറപ്പായും നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ വരുന്നതിനോടൊപ്പം നമ്മൾക്ക് കുറച്ച് ഹയറായിട്ട് പഠിച്ചു കഴിഞ്ഞ് ഉറപ്പായിട്ടും നമുക്ക് +2 കഴിയുമ്പോൾ നല്ല റിസൾട്ടിലേക്ക് വരാൻ പറ്റും. അപ്പം ബ്രില്യൻറ്റിന് ഇതുപോലത്തെ ഒരു നല്ല റിസൾട്ടൊക്കെ തരുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ
സപ്പോർട്ടോടു കൂടിയാണ്, അല്ലെങ്കിൽ ആ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പം ഫൗണ്ടേഷൻ ബാച്ച് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഈ കുറച്ച് ഹയർ തിങ്കിങ് പ്രോബ്ലംസ് രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും എടുക്കാതെ നിങ്ങളെ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് സ്ക്രീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് ജനുവരി 22-ാം തീയതിയാണ്. അത് ആഫ്റ്റർനൂൺ സെക്ഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുക, ജനുവരി 22-ാം തീയതി. അതിനു മുമ്പ് നിങ്ങൾക്ക് പലരും ഈ ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള എക്സാം ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന ധാരാളം കുട്ടികൾ കാണും. അപ്പോൾ അവർക്ക് ഈ ഓൺലൈൻ എക്സാമിനെ പറ്റി അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം എങ്ങനെ എഴുതണം എന്ന് പ്രാക്ടീസ് തരുന്നതിന് വേണ്ടി നമ്മൾ മോക്ക് ടെസ്റ്റുകളും ഡെമോ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് അടുത്ത സാറ്റർഡേ ആയിരിക്കും. നെക്സ്റ്റ്, അതായത് ജനുവരി 8-ാം തീയതി ആയിരിക്കും നമ്മൾ ഡെമോ ടെസ്റ്റ് തരിക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് തരിക. അത് 5-ൽ പഠിക്കുന്നവർക്കുണ്ട്, 6-ൽ പഠിക്കുന്നവർക്ക്, ദെൻ 7, 8, 9 നിങ്ങൾക്ക് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അതിനുള്ള ലിങ്കും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചതുപോലെ തന്നെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് നമുക്ക് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, 2 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഒന്ന് നമുക്ക് 8-ാം തീയതിയും അടുത്തത് നമുക്ക് 15-ാം തീയതിയുമായിരിക്കും അറേഞ്ച് ചെയ്യുക. ദെൻ അപ്പോൾ 2 മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഡെമോ ടെസ്റ്റ് ആണ് വരിക. അപ്പോൾ 15-ാം തീയതിയോടുകൂടി നമുക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുകയും ദെൻ ഡെമോ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഡെമോ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ജനുവരി 20-ഉം 21-ഉം. ജനുവരി 22-ന് ഒറിജിനൽ എക്സാമും ആയിരിക്കും നമ്മൾ നടത്തുക. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റിന് 4 ആൻസർ ആയിരിക്കും തരിക. അതിൽ മോർ കറക്റ്റ് ആയിട്ടുള്ള ഒരു 4 ഓപ്ഷൻസ് ആയിരിക്കും തരിക. അതിൽ മോർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കാണും, അതിനായിരിക്കും മാർക്ക് കിട്ടുക. അപ്പോൾ അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക്, 5-ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇപ്പോൾ 5-ൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലാണെങ്കിലും ഡെമോ ടെസ്റ്റുകളിലാണെങ്കിലും ഒറിജിനൽ എക്സാമിലാണെങ്കിലും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 5-ൽ പഠിക്കുന്നവരുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് ആയിരിക്കും. ബാക്കി എല്ലാ ക്ലാസ്സുകാർക്കും നമ്മുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ് അഥവാ 2 മണിക്കൂറായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 320. 5-ൽ പഠിക്കുന്നവർക്ക് 320-ലും ദെൻ 6, 7, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് 400, 400-ലുമായിരിക്കും മാർക്ക് വരിക, ടോട്ടൽ മാർക്ക് വരിക. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കായിരിക്കും. അത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരു ആൻസർ ശരിയായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ 4 മാർക്ക് മേടിക്കുകയും അതുപോലെ തന്നെ 80 ക്വസ്റ്റിനും ശരിയായി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 320-ൽ ഫുൾ മാർക്ക് തന്നെ മേടിക്കാനും പറ്റും. ഇനി നേരെ തിരിച്ച് നമ്മൾ 6, 7, 8, 9 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് സെയിം 4 മാർക്കാണ്. അപ്പോൾ ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് മാർക്ക് വരും. പിന്നെ ആ തെറ്റിപ്പോകുന്ന ക്വസ്റ്റിൻ്റെ മാർക്കും കൂടെ വരുമ്പം നമുക്ക് ടോട്ടൽ 5 മാർക്കിൻ്റെ കുറവുണ്ടാകും. അതായത് ഓർത്ത് വെച്ചേക്ക്, നമുക്ക് നെഗറ്റീവ് മാർക്ക് വരുമ്പോൾ ചെറിയതായിട്ട് നമുക്ക് ഉറപ്പുള്ള ആൻസർ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ബുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ പോർഷൻ, അതായത് നമ്മൾ സിലബസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്.
നമുക്ക് ജസ്റ്റ് സിലബസിലേക്കൊന്ന് പോകാം. അപ്പോൾ സിലബസിൽ നമുക്ക് കാണാം, നമുക്ക് NCERT ബേസ്ഡുള്ള സിലബസാണ് കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ചിലപ്പോൾ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ CBSEയിൽ പഠിക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ISC പഠിക്കുന്നവരുമാണ്. ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു സിലബസാണ് നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ബ്രോഷർ ഓൾറെഡി കണ്ടിട്ടുള്ളവർ കാണും. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് സിലബസിലേക്കൊന്ന് പോയിട്ട് വരാം. ഈ ബ്രോഷറിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമുക്ക് സിലബസ് കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ട് എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 5ൽ പഠിക്കുന്നവർക്ക് നമ്മുടെ സിലബസ് ജസ്റ്റ് നോക്കാം. നമുക്ക് സയൻസ് ഉണ്ട്, ദെൻ മാത്സ് ഉണ്ട്, ഫോഴ്സ്, വർക്ക്, എനർജി, ദെൻ അതുപോലെ തന്നെ ഹൗ തിങ്ക് മൂവ്, ദെൻ നാച്ചുറൽ calamities, simple machines, our universe, light, then sound, world around us, natural resource, fuel, air and its usage, living and non-living objects, our body organs, disease, then അങ്ങനെയുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഇത്രയും ചാപ്റ്ററാണ് സയൻസിൽ നിന്ന് വരിക. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ സ്ക്രീനിൻ്റെ തന്നെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് കിട്ടിക്കോളും. ദെൻ മാത്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ്, ഡെസിമൽ, ആംഗിൾസ് ആൻഡ് ട്രയാങ്കിൾസ്, ദെൻ ഏരിയ, പെരിമീറ്റർ, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിവിഷൻ. ഇതാണ് നമ്മുടെ 5ൽ പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 6ാം ക്ലാസ്സിലേക്ക് പതുക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ 6ൽ പഠിക്കുന്നവർ, ക്ലാസ് മാറിപ്പോകരുത്. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് നമുക്കറിയാം മോഷൻ ആൻഡ് മെഷർമെൻ്റ് ഉണ്ട്, ലൈറ്റ്, ഷാഡോ, ദെൻ അതുപോലെ ഇലക്ട്രിസിറ്റി, ഫൈബർ ടു ഫാബ്രിക്, സോർട്ടിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, ദെൻ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, ചേഞ്ചസ് അറൗണ്ട് അസ്, വാട്ടർ, ഫുഡ്, കമ്പോണൻസ് ഓഫ് ഫുഡ്, ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ്, ബോഡി മൂവ്മെൻറ്റ്സ്. Then മാത്സിലേക്ക് നോയിങ് അവർ നമ്പർ, ഓൾ നമ്പർ, പ്ലേയിങ് വിത്ത് നമ്പർ, ഇൻറ്റീജർ, ദെൻ ഓൾജിബ്ര, ബേസിക് ജോമെട്രിക് ഐഡിയ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്. ഇതാണ് 6ൽ പഠിക്കുന്നവരുടെ സിലബസ് എന്ന് പറയാവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നു പറയും. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷർമെൻറ്റ്സ് ഉണ്ട്, ദെൻ മോഷൻ ആൻഡ് ടൈം, ഹീറ്റ്, സൗണ്ട്, ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, ലൈറ്റ്, general chemistry, fiber to fabrics, acid base, salt, physical and chemical changes, then nutrition in plants and animals, weather, climates, adaptation, respiration, reproduction, transportation, then അതുപോലെ തന്നെ ഫോറസ്റ്റ്, അവർ ലൈഫ് ലൈൻ. മാത്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇൻറ്റീജേഴ്സ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, ദെൻ റാഷൻ നമ്പേഴ്സ്, ദെൻ ലൈൻസ് ആൻഡ് ആംഗിൾസ്, ദെൻ ട്രയാങ്കിൾ, എക്സ്പോണൻസ്, ആൾജിബ്രിക് എക്സ്പ്രഷൻ. ഇതാണ് നമ്മുടെ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി 8ാം ക്ലാസ്സിലേക്ക് വരുന്നവരുടെ സിലബസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മെഷർമെൻറ്റ്സ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ നമുക്ക് മോഷൻ, ഫോഴ്സ്, ദെൻ പ്രഷർ, ഫ്രിക്ഷൻ, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ജനറൽ കെമിസ്ട്രി, ആസിഡ് ബേസ്, സോൾട്ട്, then physical and chemical changes, metals and non-metals, synthetic fibers and plastic, then coal and petroleum, crop productions, then microorganism, conservation, cellular level of organization, reproduction, transportation. Then മാത്സിലേക്ക് വരുമ്പോൾ റാഷണൽ നമ്പേഴ്സ്, സ്ക്വയർസ്, സ്ക്വയർ റൂട്ട്, ക്യൂബ്സ്, ക്യൂബ് റൂട്ട്, ലീനിയർ ഇക്വേഷൻസ്, വൺ വേരിയബിൾ, ക്വാഡ്രിലാറ്ററൽ, playing with the number, algebraic expression, algebraic identities, exponents and power, percentage and its application, compound interest. Then ഇപ്പോൾ 9ലേക്ക് വരുന്നവർക്ക് വേണ്ടി, ഇപ്പോൾ 9ൽ പഠിക്കുന്നവർക്ക് പഠിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത് മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്, പ്രഷർ, ദെൻ വർക്ക് എനർജി, പവർ, ജനറൽ കെമിസ്ട്രി, ദെൻ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്, ഈസ് മാറ്റർ അറൗണ്ട് അവർ പ്യുവർ, ദെൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഫണ്ടമെന്റൽ ഓഫ് ലൈഫ്, ദെൻ ടിഷ്യൂസ്, ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ്, ഡൈവേഴ്സിറ്റി, why do we fall ill. Then മാത്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്പർ സിസ്റ്റം, ദെൻ പോളിനോമിയൽ, കോർഡിനേറ്റ് ജോമെട്രി, ലൈൻസ് ആൻഡ് ആംഗിൾ, ട്രയാങ്കിൾ, ലീനിയർ ഇക്വേഷൻസ്, ടു വേരിയബിൾ, ക്വാഡ്രിലാറ്ററൽ, ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് ട്രയാങ്കിൾ, സർക്കിൾസ്. ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളുടെ സിലബസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിലബസ് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നോക്കുക. നമുക്ക് NCERT പരമാവധി ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇനി അതുപോലെ നമുക്ക് കോഴ്സ്, നമുക്ക് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കോഴ്സിൻ്റെ ഫീസ് ജസ്റ്റ് ഒന്ന് നോക്കാം.
നമുക്കറിയാം നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നത് ജനുവരി 22-ാം തീയതിയാണ്. ഈ സ്കോളർഷിപ്പിന് നമുക്ക് ഇതിന് നമുക്ക് സ്കോളർഷിപ്പോടുകൂടിയുള്ള പരീക്ഷയാണ് നടക്കുന്നത്. നമ്മുടെ 5ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 5-ൽ നിന്ന് 6-ലേക്ക് വരുന്നവരും അതുപോലെ തന്നെ 6-ൽ നിന്ന് 7-ലേക്ക് വരുന്നവർക്കും 5-ൽ നിന്ന് 6-ലേക്കും 6-ൽ നിന്ന് 7-ലേക്ക് വരുന്നവർക്കും നമുക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൺലൈൻ ഓൺലി പ്രോഗ്രാമാണ്. അപ്പം 20,000 ദെൻ GST ഉണ്ട്. കോഴ്സ് ഫീസ് വരുമ്പോൾ 25 ആണ് 7-ലേക്ക് വരുമ്പോൾ. ദെൻ 8, 9, 10 നെക്സ്റ്റ് ഇയർ 8, 9, 10-ലേക്ക് വരുമ്പോൾ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമും ഉണ്ട്, ഓഫ്ലൈൻ പ്രോഗ്രാമും ഉണ്ട്. ഓൺലൈൻ്റെ ഫീസ് പറയുകയാണെങ്കിൽ 25 ആണ് 8ാം ക്ലാസ്സിൽ വരുമ്പോൾ. ദെൻ 9-നും 10-നും 30 ആണ്, ഇൻക്ലൂഡിങ് നമുക്ക് GST അഡീഷണൽ ആയിട്ട് വരുന്നതാണ്, അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ അത് നമുക്ക് 30,500 ഉണ്ട്. ദെൻ അതുപോലെ തന്നെ 9-നും 10-നും 35,000 ആണ് വരിക. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇത് കോഴ്സിൻ്റെ ഫീസാണെങ്കിലും നിങ്ങൾക്ക് നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് പൊസിഷൻ അനുസരിച്ച് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ഇതൊരു ഓൺലൈൻ എക്സാം ആണെങ്കിലും നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് പൊസിഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാകും. ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഈ കോഴ്സിൻ്റെ ഫീസിൽ നിന്ന് കുറയ്ക്കും. അതിൻ്റെ ബാലൻസ് എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 91 to 100% കിട്ടുന്നവർക്ക് 4,000 രൂപ സ്കോളർഷിപ്പ്. ദെൻ 81 to 91 ലെസ് ദാൻ 91 ആണെങ്കിൽ 3,500. ദെൻ അതുപോലെ താഴോട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. എല്ലാവർക്കും സെലക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും നമുക്ക് സ്കോളർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് സ്കോളർഷിപ്പോട് കൂടിയുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെയായിരിക്കും സെൻറ്റർ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു. 8ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ഓഫ്ലൈൻ സെൻറ്ററുകളായിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം പാലായിലുണ്ട്, നമ്മുടെ മുത്തോലി ക്യാമ്പസാണ് നമ്മുടെ സെൻറ്ററായിട്ട് നമ്മൾ പറയുക. ദെൻ അതുപോലെ കാഞ്ഞിരപ്പള്ളി സെൻറ്ററുണ്ട്. ദെൻ അതുപോലെ മാന്നാനം സെൻറ്ററുണ്ട്, കോട്ടയം മാന്നാനം സെൻറ്ററാണ്. ദെൻ ചങ്ങനാശ്ശേരിയിലുണ്ട്, തൊടുപുഴ, എറണാകുളം, ദെൻ തൃശ്ശൂർ, ദെൻ ട്രിവാൻഡ്രം, ദെൻ കോഴിക്കോട്. ഇതാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കുള്ള സെൻറ്ററുകൾ എന്ന് പറയുന്നത്. 8, 9, 10 ക്ലാസ്സുകാർക്കാണ് ഈ ഓഫ്ലൈൻ സെൻറ്റർ വരാൻ പറ്റുക. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഈ സയൻസും മാത്സും നല്ല അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതാൻ പറ്റും. എന്നുവെച്ചാൽ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒളിമ്പ്യാഡുകൾ മെയിനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഒളിമ്പ്യാഡുകളുണ്ട്. പ്രൈവറ്റ് ഒളിമ്പ്യാഡ്, നമുക്ക് സയൻസ് SOF നിങ്ങൾ കേട്ടിട്ട് കാണും. അതുപോലെ സിൽവർ സോൺ ഒളിമ്പ്യാഡ് കേട്ടിട്ട് കാണും. അതൊക്കെ നമുക്ക് 1ാം ക്ലാസ് തൊട്ട് എഴുതാവുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി നടത്തുന്ന 2 ഒളിമ്പ്യാഡുകൾ, അതായത് നിങ്ങളെല്ലാവരും സയൻസിൽ അല്ലെങ്കിൽ മാത്സിൽ വളരെ താല്പര്യമുള്ളവരാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന 2 ഒളിമ്പ്യാഡുകളെ പറ്റി ഞാനൊന്ന് പറയാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുക 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം. അതായത് നമ്മുടെ ഏജ് ലിമിറ്റ് വെച്ചിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടി വരിക. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ട് നമുക്ക് ഒളിമ്പ്യാഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഒളിമ്പ്യാഡിനെ പറ്റി പറയുമ്പോൾ 2 ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡുണ്ട്, ദെൻ മാത്സ് ഒളിമ്പ്യാഡുണ്ട്. അപ്പോൾ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അറിയപ്പെടുന്നത് IJSO എന്നായിരുന്നു, ഇന്റർനാഷണൽ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ 2 വർഷം മുമ്പായിട്ട് അതിൻ്റെ പേരൊന്ന് മാറി IOQJS എന്നായി. IOQJS ആയി. അതായത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ ജൂനിയർ സയൻസ്, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ ജൂനിയർ സയൻസ് എന്നാണ് IOQJS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാത്സിലേക്ക് നോക്കുകയാണെങ്കിൽ മാത്സിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം IOQM, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്നായി. അതിനു മുമ്പ് PRMO എന്നായിരുന്നു അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സയൻസ് ഒളിമ്പ്യാഡിലേക്ക് പോകുമ്പോൾ സയൻസ് ഒളിമ്പ്യാഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒളിമ്പ്യാഡാണ്. ഒരു 2-3 വർഷമായിട്ട് നമുക്ക് ഒരു 2-3 അല്ലെങ്കിൽ അതിന് മുമ്പ്
ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് കേരളത്തിൽ നിന്ന് 3 പേര് ഈ ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ക്വാളിഫൈഡായി. ഈ 3 പേരും നമ്മുടെ ബ്രില്യൻ പാലായി പഠിച്ചിട്ടുള്ളവരാണ്. അതായത് ഒരാൾ നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ബാക്കി 2 പേര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ ഒരു നല്ല റിസൾട്ടിലേക്ക് വന്നു. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അപ്പോൾ 8ൽ പഠിക്കുന്നവർക്ക് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് അപ്ലൈ ചെയ്യാം, 9ൽ പഠിക്കുന്നവർക്ക് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് അപ്ലൈ ചെയ്യാം, 10ൽ പഠിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റാണ്. ഏജിൻ്റെ ഡിഫറൻസ് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ 10ൽ പഠിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അവർ ഡേറ്റ് ഓഫ് ബർത്ത് കൂടുന്നതുകൊണ്ട് ഒളിമ്പ്യാഡുണ്ട്. ജൂനിയർ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് 4 സബ്ജക്റ്റായിട്ട് സയൻസ് സെപ്പറേറ്റ് സബ്ജക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ജൂനിയർ എന്നുള്ളത് മാറി സീനിയറിലേക്ക് അവർ മാറുന്നു. സീനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നു. സീനിയർ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഒളിമ്പ്യാഡുണ്ട്, കെമിസ്ട്രി ഒളിമ്പ്യാഡുണ്ട്, ബയോളജി ഒളിമ്പ്യാഡുണ്ട്, അസ്ട്രോണമി ഒളിമ്പ്യാഡുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 4 സബ്ജക്റ്റും ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിന് 4ഉം അപ്ലൈ ചെയ്യാം. പക്ഷേ എക്സാം ഡ്യൂറേഷൻ വരിക 2 മണിക്കൂറാണ്. അപ്പോൾ ആദ്യം ജൂനിയർ സയൻസ് എഴുതി, 8ൽ നിന്ന് എഴുതി, നമുക്ക് കിട്ടിയില്ല. ദെൻ 9ൽ നിന്ന് എഴുതി, നമുക്ക് കിട്ടിയില്ല. പക്ഷേ 10ൽ വന്ന ജൂനിയർ സയൻസ് സീനിയർ സയൻസ് എഴുതുമ്പോൾ ഉറപ്പായും ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. ഈ 10ാം ക്ലാസ്സിലും +1 +2 ഇവരെല്ലാവരും 10 തൊട്ട് +2 വരെയുള്ളവർ ജൂനിയർ സയൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് എഴുതുക. അപ്പോൾ 10ൽ പഠിക്കുന്ന ഒരാൾ നമ്മുടെ ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ആയെന്ന് പറയുമ്പോൾ അവരെഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ +2 കുട്ടികൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ അത്രയും ലെവലിൽ നമുക്ക് 10ൽ പഠിച്ചപ്പോൾ തന്നെ +2ൻ്റെ ലെവലിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണ് നമുക്ക് സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കറിയാം ചിലർക്ക് സയൻസിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് മാത്സിലേക്കായിരിക്കാം. അപ്പോൾ മാത്സിലും ഇതുപോലത്തെ തന്നെ ഒളിമ്പ്യാഡുകളുണ്ട്. അതാണ് PRMO. നേരത്തെ PRMO പ്രീ റീജിയണൽ മാത്സ് ഒളിമ്പ്യാഡ് എന്നറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറി. ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നു നമുക്ക് 8ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ളവർ എഴുതുന്നത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എക്സാമുകൾ നടത്തുന്നു, ഒരേ സിലബസ് പഠിക്കുന്നു. അപ്പോൾ 8ൽ പഠിക്കുന്നവർ തന്നെ +2ൻ്റെ ഒപ്പം തന്നെ പരീക്ഷ എഴുതുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ നിന്ന് 16 കുട്ടികൾ ഈ മാത്സ് ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ആയി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ ഈ ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ആയ പിള്ളേരുടെ എണ്ണം പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ NDSC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ NDSC നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം. എപ്പോഴും ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ പറയാറുള്ളത് നമ്മുടെ ജൂനിയർ IAS. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പ്രായത്തിൽ, അതായത് ഇപ്പോൾ 10ൽ പഠിക്കുന്നവരുടെ പ്രായത്തിൽ എഴുതാൻ പറ്റിയ ഒരു IAS എക്സാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം. അതിൽ 2 പേപ്പറുകളാണുള്ളത്. നമുക്ക് മെൻ്റൽ എബിലിറ്റി മാറ്റ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ സാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം മാറ്റാണ്, മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. അതിൽ 100 ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും, ലോജിക്കൽ, റീസണിങ്, അങ്ങനെ ഉള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ക്ലോക്ക്, അങ്ങനെ പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യാനുള്ള പരീക്ഷയാണ് നടക്കുക. 100 ക്വസ്റ്റ്യൻ. ആ NTSCയുടെ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കില്ല, 100 ക്വസ്റ്റ്യൻ ആണുള്ളത്, 100 മാർക്കുമാണുള്ളത്. അതുപോലെ തന്നെ സാറ്റ് എന്ന പറയുന്നതിലേക്ക് പോകുമ്പോൾ നമ്മൾ സയൻസും മാത്സും നമ്മളെ അവിടെ നടക്കും. അതായത് സാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ ബയോളജി, മാത്സ് എല്ലാം കൂടെ 60 ക്വസ്റ്റ്യൻ വരുന്നിടത്ത് ബാക്കി 40 ക്വസ്റ്റ്യൻ വരിക സോഷ്യൽ സയൻസിൽ നിന്നാണ്. അതായത് ഒരു IASകാരൻ എല്ലാ കാര്യങ്ങളും അറിയണം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് സോഷ്യൽ സയൻസും കൂടെ ഒന്ന് കവറപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു NTSC സ്കോളർ ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ NTSC എക്സാം നടക്കുന്നത് തന്നെ 2 സ്റ്റേജായിട്ട് തന്നെയാണ്. 2 സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1 കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. നമ്മുടെ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ പറയുകയാണെങ്കിൽ SCRT ആണ് കണ്ടക്ട് ചെയ്യുക, സ്റ്റേജ് 1 കണ്ടക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേജ് 1 കണ്ടക്ട് ചെയ്ത് സ്റ്റേജ് 1ൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾ
അവർക്കായിരിക്കും സ്റ്റേജ് 2 നടക്കുക. സ്റ്റേജ് 2 നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ NCERT-കാരാണ്. അതായത് സ്റ്റേജ് 2, സ്റ്റേജ് 1 ക്വാളിഫൈഡ് ആകുന്നവരിൽ നിന്ന് മൊത്തത്തിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി NCERT അടുത്ത കോമൺ പരീക്ഷ നടത്തുന്നു. അപ്പോഴും 2 പേപ്പറുണ്ട്, സാറ്റും ഉണ്ട്, മാറ്റും ഉണ്ട്. അപ്പോൾ NCERT നടത്തി അത് NDSC സ്റ്റേജ് 2 ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു NDSC സ്കോളറായി മാറിക്കഴിഞ്ഞു. അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതിനുള്ള പരിശീലനം നമ്മൾ 9ാം ക്ലാസ് തന്നെ തുടങ്ങുന്നു. 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ തുടങ്ങുന്നു. പ്രീ NDSC. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വേറെ ഒരിടത്തും നമുക്ക് 9ാം ക്ലാസ്സിൽ നമുക്കൊരു NDSCയുടെ ഒരു കോച്ചിങ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് ആ വർഷം നമുക്ക് കോച്ചിങ് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. അതിനു മുമ്പേ തന്നെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഒരു പരിശീലനം തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ NDSC എഴുതി അല്ലെങ്കിൽ ഒളിമ്പ്യാഡൊക്കെ എഴുതി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ ഗൗരി ശങ്കറിനെ പോലെയുള്ളവരൊക്കെ അവരൊക്കെ NDSC എഴുതി ക്വാളിഫൈഡ് ആയി, അല്ലെങ്കിൽ KVPY കിഷോർ വൈജ്ഞാനിക പ്രോത്സാഹന യോജന അത് +1 ചെല്ലുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം എഴുതി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് നമ്മുടെ നീറ്റ് അല്ലെങ്കിൽ JEE-ലൊക്കെ നല്ല റിസൾട്ട് മേടിച്ച്, അതായത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നമുക്ക് നടക്കുന്നത് നമ്മുടെ ജനുവരി 22 സ്ക്രീനിങ് ടെസ്റ്റാണ്. അതിൽ ക്വാളിഫൈഡ് ആകുന്നവർക്ക് വീണ്ടും ഞങ്ങൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം വെക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഞാൻ അവിടെ നിന്ന് ചാറ്റ് ബോക്സിൽ വന്നൊരു കാര്യം കണ്ടായിരുന്നു, ക്ലാസ് ഡേയ്സ് എങ്ങനെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അപ്പം നമുക്ക് 6ാം ക്ലാസ് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ഏപ്രിൽ മാസമായിരിക്കും. ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടി ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ക്ലാസ് 6-നും 7-നും നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഏപ്രിലും മെയിലും നമുക്ക് നോർമലി എല്ലാ ക്ലാസ്സുകാർക്കും ഇപ്പം 6, 7, 8-ന് ചിലപ്പോൾ മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ക്ലാസ് വരിക, ഓൺലൈൻ ക്ലാസ് വരും. അപ്പം ഡെയിലി ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ 2 തൊട്ട് 4 മണിക്കൂർ വരെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും കിട്ടുക. പിന്നെ ഓരോ ചാപ്റ്ററുകൾ കഴിയുന്നതോടുകൂടി ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഉണ്ടാകും. അപ്പോൾ ഇത് ഏപ്രിൽ മാസത്തെ ഷെഡ്യൂളാണ്. ഏപ്രിൽ നമുക്ക് മൺഡേ ടു സാറ്റർഡേ ആണ് ക്ലാസ് വരിക. ഡെയിലി 2 തൊട്ട് 4 മണിക്കൂർ വരെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. അത് നമുക്ക് ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ നമുക്ക് മെയ് മാസവും ഇതുപോലെ തന്നെ ആയിരിക്കും പോവുക. ഇനി ജൂണിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കൂളുകളൊക്കെ തുറക്കാം. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നവർക്ക് വീക്കെൻഡിലേക്കായിരിക്കും നമുക്ക് ക്ലാസ് പോവുക. ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ വീക്കെൻഡിലേക്ക് ക്ലാസ് പോകുന്നു. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് നമുക്ക് മാസത്തിൽ പറയുമ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡേയ്സാണ് ഞാൻ പറയുക. സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും ആയിരിക്കും ക്ലാസ് വരിക. ദെൻ 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും നമുക്ക് പറയാം സെക്കൻഡ് സാറ്റർഡേയും ദെൻ 4th സാറ്റർഡേയും 3rd സൺഡേയും. ഒരു മാസത്തിൽ 3 ക്ലാസ്സുകളായിരിക്കും ഉള്ളത്. അപ്പം രാവിലെ നമുക്ക് ഒരു 8:30 to 4 o'clock ആയിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ടൈമിങ് വരിക. ഇനി അത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കെൻഡിലും അതുപോലെ ഇടയ്ക്ക് ഇട ദിവസങ്ങളിലും ഒരു 2 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് കാണില്ല. ഇപ്പം തിങ്കളാഴ്ച, ദെൻ ബുധൻ, ദെൻ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും ഓൺലൈൻ ബാച്ചുകാർക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആകുക. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് ഞാൻ പറഞ്ഞു, എക്സാം ഫീസ് അടയ്ക്കുന്നവർക്ക് ജനുവരി 15 തന്നെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ ചാറ്റ് ബോക്സിൽ കണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ ചിലപ്പോൾ ഒരു ചേട്ടനും ഒരു അനിയത്തിയും നമുക്ക് ഒരേ വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ 2 പേരുടെയും പരീക്ഷ നടക്കുന്നത് ജനുവരി 22-ാം തീയതിയാണ്. അപ്പോൾ 2 ഡിവൈസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. മൊബൈലിൽ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ ഒളിമ്പ്യാഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒളിമ്പ്യാഡ് കണ്ടക്ട് ചെയ്യുന്നത് IAPT അല്ലെങ്കിൽ MTA എന്ന് പറയുന്ന സൈറ്റ്, 2 സൈറ്റ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വർഷത്തെ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 9-ാം തീയതിയാണ് ഈ വർഷത്തെ എക്സാം. അതായത് നമുക്കറിയാം ജനുവരി 9 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സൺഡേയിലേക്കാണ് വരിക. അപ്പോൾ അടുത്ത അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് നോർമലി സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക.
നമ്മുടെ ഈ ഒളിമ്പ്യാഡിനെ പറ്റിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന, നിങ്ങളിപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഈ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രില്യൻറ്റ് പാല ജൂനിയേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓരോ എക്സാമും കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കും. എക്സാം ടൈം ചോദിക്കുന്നുണ്ട്. മിക്കവാറും നമുക്ക് 22-ാം തീയതി നമുക്കൊരു ഈവനിങ് ടൈം, അതായത് ഒരു 2 തൊട്ട് ഉള്ള സമയത്ത് 2 to 5 ആയിരിക്കും നോർമലി എക്സാം ടൈമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓൺലൈൻ ബാച്ചിൻ്റെ ക്ലാസ് ടൈമിങ് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ ടൈമിങ് എല്ലാവരുടെയും നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ്സിന് ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ടൈമിംഗ് അല്ല, ഞാൻ പറഞ്ഞിരുന്നു റെക്കോർഡഡ് ടോപ്പിക് ആയിരിക്കും വരിക. അപ്പോൾ ലൈവ് സെഷൻ്റെ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഈവനിങ് ടൈമിലായിരിക്കും. എല്ലാ ദിവസവും ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് ഈവനിങ് ടൈമിങ്ങിൽ നമ്മൾ ഒരു 4 മണിക്ക് ശേഷം, ഇന്ത്യൻ ടൈമാണ് ഞാൻ പറയുന്നത്, 4 മണിക്ക് ശേഷം നമ്മൾ ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിസിക്സ് ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ചാപ്റ്ററിനെ പറ്റി നമ്മൾ എടുക്കുക. ഇപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നു. കുട്ടികൾ ലെക്ചർ നോട്ട് ക്ലാസ് കേട്ട് ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികളെ പറ്റി ആദ്യം പറയാം. നമ്മൾ ക്ലാസ് കേട്ട് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. ക്ലാസ്സിൽ നല്ല രീതിയിൽ നോട്ട് എടുത്തതിന് ശേഷം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് നമുക്ക് ബുക്കും തന്നിരിക്കും. പഠിച്ചു കഴിയുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ച് വെക്കുക. ആ പഠിപ്പിച്ച് സാറ് തന്നെ നിങ്ങളോട് ഇതുപോലെ തന്നെ ലൈവിൽ ഇൻട്രാക്ട് ചെയ്യാൻ എത്തുന്നതായിരിക്കും. അത് ഈവനിങ് ടൈമിങ്ങിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ആ നിങ്ങൾക്ക് തോന്നിയ ഡൗട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നേരിട്ട് സാറിനോട് ചോദിക്കാവുന്നതാണ്. അപ്പം ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുക. അങ്ങനെ നമ്മൾ ഡൗട്ട് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് വരുന്ന ദിവസം അത് കഴിഞ്ഞ് വരുന്ന സൺഡേയ്സിലോ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലോ നമുക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, ഇപ്പം യൂണിറ്റ്സ് എന്ന് പറയുന്ന ഞാൻ ചാപ്റ്റർ എടുത്തിരുന്നു, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം തന്നെ നമ്മൾ നടത്തുന്നതായിരിക്കും. 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്, 30 മിനിറ്റ്സ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. അതിൻ്റെ റിസൾട്ട് അനാലിസിസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ദെൻ ബയോളജിയിലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഫിസിക്സ് മാത്സിലെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റർ തീരുമ്പോൾ പിന്നീട് നമുക്ക് അടുത്തതായിട്ടുള്ളത് മോഡൽ എക്സാമാണ്. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതിയതുപോലെ നമ്മൾ അരമണിക്കൂർ അല്ല ഇരുന്ന് നോർമലി 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു എക്സാമിലേക്കാണ് നമ്മൾ പോവുക. 2 അവേഴ്സിൻ്റെ ഒരു എക്സാമിലേക്ക് നമ്മൾ പോകുന്നു. 120 ക്വസ്റ്റ്യൻ ആയിരിക്കും മോഡൽ എക്സാമിനുള്ളത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ ഇപ്പം മോഡൽ എക്സാമിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പം ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും നമ്മൾ ലൈവിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് എക്സാം കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ. കാരണം നിങ്ങൾക്ക് 2-3 ദിവസം ഗ്യാപ്പ് തരുന്നത് കുറച്ച് നമ്മൾ സെൽഫായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഓരോ എക്സാമും കഴിഞ്ഞിട്ട് ഗ്യാപ്പ് തന്നിട്ട് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ പരമാവധി അറേഞ്ച് ചെയ്യുക. എക്സാമിൻ്റെ നമുക്ക് ഇപ്പം റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും നമുക്ക് ഒരു ബാച്ചിലെ കുട്ടികൾ, ഇപ്പോൾ 6ാം ക്ലാസ്സിലൊരു 50 കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാകും. ആ ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് തന്നെ കുട്ടികളുടെ പ്രൊഫൈൽ പരിശോധിച്ച് ആരൊക്കെ ഏതൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങൾ പേരൻസിനെ അറിയിക്കുകയും കുട്ടികളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പം ക്ലാസ് ടീച്ചർ ഉണ്ടാകും. ക്ലാസ് ടീച്ചർമാർക്ക് എല്ലാവർക്കും കൂടെ ഒരു കോർഡിനേറ്റർ ഉണ്ടാകും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പോവുക. ഓഫ്ലൈനിലാണേലും ഇതുപോലെ തന്നെയായിരിക്കും നമുക്ക് ക്ലാസ്സുകളും. അതിന് ക്ലാസ് ടീച്ചർ ഉണ്ടാകും. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറിന് മുകളിലേക്ക് കോർഡിനേറ്റർ ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഫീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻക്ലൂഡിങ് മെറ്റീരിയലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുട്ടികൾ ഇപ്പോൾ സിലബസ് കവർ ചെയ്തിട്ടില്ലല്ലോ,
അതായത് ഇപ്പോൾ പഠിച്ച സിലബസ് വെച്ച് നമ്മുടെ കോമൺ ആയിട്ടുള്ള സിലബസാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓരോ സ്കൂളിലും ഓരോ രീതിയിലുള്ള ടോപ്പിക്കുകളായിരിക്കും വന്നിരിക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾ NCERT ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം NCERTയുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരമാവധി നമുക്ക് വരിക, അതോ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പിൾ ക്വസ്റ്റിന് വേണ്ടി നമ്മുടെ സൈറ്റിൽ നമ്മൾ 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് 2 മോക്ക് ടെസ്റ്റും, ടോട്ടൽ നിങ്ങൾക്ക് 5 എക്സാമാണ് അറേഞ്ച് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം എക്സാം എഴുതുന്നതിന് വേണ്ടി ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് സ്വയം എക്സാം എഴുതാവുന്നതാണ്. കാരണം ഓരോ പരീക്ഷകൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ സ്വയം ഒരു ഇവാലുവേഷൻ നടത്തുകയുള്ളൂ. അപ്പം ഒരു എക്സാം എഴുതി കഴിയുമ്പോഴേ നമ്മൾ എത്രമാത്രം ആ ടോപ്പിക്ക് കവർ ചെയ്തു, അല്ലാതെ സ്കൂളിൽ കവർ ചെയ്തതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം, നമുക്ക് സ്വയം ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്കിപ്പം ഓരോ ചാപ്റ്ററിലും എത്രമാത്രം വീക്ക് ഉണ്ടെന്നറിയാം. അത് വീണ്ടും നമുക്ക് ചാപ്റ്റർ നോക്കി പഠിക്കാൻ പറ്റും. അങ്ങനെ നല്ല റിസൾട്ടിലേക്ക് വരാം. അങ്ങനെ നല്ല റിസൾട്ടിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് അഡീഷണലായിട്ട് നമ്മുടെ ഈ കോഴ്സിലേക്കും ചേരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ ഇപ്പോൾ 9ലും 10ലും പഠിക്കുന്നവർ, അല്ലെങ്കിൽ 8ലും 9ലും പഠിക്കുന്നവർ ആലോചിക്കാം, ഞങ്ങൾക്ക് ഈ +1 +2 ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? അതുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ ഓൺലൈനായിട്ട്, ഇപ്പോൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈനായിട്ടൊരു പ്രിപ്പറേറ്ററി ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. 9ലും 10ലും 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. പിന്നെ നമ്മൾ പരമാവധി ക്ലാസ്സസ് എന്ന് പറയുന്നത് പരമാവധി ഒരു 80% ഇംഗ്ലീഷിലും ബാക്കി മലയാളത്തിലും തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോവുക. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോവുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എങ്ങനെയായിരിക്കും മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ മെറ്റീരിയൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം മെറ്റീരിയലിന് അഡീഷണൽ ചാർജോ പോസ്റ്റൽ ചാർജോ ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ടി വരുമല്ല. നമ്മൾ കണ്ട കോഴ്സ് ഫീസിനകത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ ഗൾഫിലേക്ക് പോകുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഹാർഡ് കോപ്പി അല്ല, സോഫ്റ്റ് കോപ്പി ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഗൾഫിലുള്ളവർക്ക് നമുക്ക് ക്ലാസ് കാണുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരു പ്രൊഫൈൽ ഉണ്ടാകും. അപ്പം നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ചാപ്റ്റർ നമുക്ക് അതിൻ്റെ PDF നിങ്ങൾ ക്ലാസ് കാണുന്ന അതേ പ്രൊഫൈലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. പ്രിപ്പറേറ്ററി ക്ലാസ്സിന് നമുക്ക് അഡീഷണൽ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഫീസിനകത്തുള്ളതാണ് നമ്മൾ പ്രിപ്പറേറ്ററി ക്ലാസ്, ദെൻ കോമ്പറ്റേറ്റീവ് എക്സാം, ദെൻ പോസ്റ്റൽ ചാർജ്, ദെൻ മെറ്റീരിയൽ ഫീസ് എല്ലാം കൂടെ കൂട്ടിയുള്ള ഫീസാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒളിമ്പ്യാഡ് എക്സാം, അതുപോലെ തന്നെ NDSCക്കൊക്കെ എക്സാം ഫീസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യുക. അത് ആപ്ലിക്കേഷൻ വരുന്ന ടൈമും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും, ഫോളോ അപ്പ് ചെയ്തിരിക്കും. ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളെല്ലാവരും ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലായി കഴിഞ്ഞു. കാരണം നമ്മുടെ ഈ സ്ക്രീനിങ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് എക്സാം ഫീസും അടച്ചെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. വളരെ നന്ദി എല്ലാവർക്കും. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഈ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 1 മന്ത് അല്ല, 1 ഇയർ, 1 വർഷത്തേക്കുള്ള കോഴ്സ് ഫീസാണ് നമ്മൾ പറഞ്ഞത്. കോഴ്സ് ഫീസിനകത്ത് നമ്മുടെ റിസൾട്ടിനനുസരിച്ച് കോഴ്സ് ഫീസിനകത്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അത് കുറച്ചിട്ടായിരിക്കും ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അതെടുത്തു. നമുക്ക് ഞാൻ ചാറ്റ് ബോക്സിൽ വന്നതൊക്കെ പരമാവധി നോക്കി പറഞ്ഞിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമുക്ക് റൈസ് ഹാൻഡ് എടുക്കാവുന്നതാണ്. അക്ഷര ബിജു സാറേ. നമ്മൾ ഗൾഫുകാരെ ആദ്യം തന്നെ ഒന്ന് സോർട്ട് ചെയ്ത് മാറ്റിയിട്ടായിരിക്കും നമ്മൾ നോർമലി ക്ലാസ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദീപ മാഡം. ഹലോ സാർ, പറഞ്ഞോളൂ.
സ്റ്റാൻഡേർഡിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുന്ന കുട്ടിയാണ്. അപ്പോൾ സാറേ പറഞ്ഞോളൂ. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ് കിട്ടണം എന്നറിയാൻ വേണ്ടിയാണ്. അത് അപ്രോക്സിമേറ്റ് കൃത്യം പറയാൻ പറ്റുമെന്ന് അറിയാം. അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടാനാണ്. 50 കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്ക്രീൻ ടെസ്റ്റിലെ ജസ്റ്റ് പെർസെൻറ്റേജ് ഞാനൊന്ന് പറയാം. 50% ആയിരുന്നു വന്നിരുന്നത് കേട്ടോ. 50% ആയിരുന്നു വന്നിരുന്നത് കേട്ടോ മാർക്ക്. 50% മാർക്ക് കേട്ടോ. അത് വേരിയബിൾ ഉണ്ടാകാം. ജസ്റ്റ് ഞാനിത് ഈ വർഷത്തെ ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അനഗാജി. ഹലോ സർ. യെസ്. സ്കൂൾ റീഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസിന്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റെക്കോർഡഡ് ആയിട്ട് ഒരു 2 മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകൾ അത് ആഴ്ചയിൽ ചിലപ്പോൾ പരമാവധി ഞങ്ങൾ അറേഞ്ച് ചെയ്യുക ശനിയാഴ്ചയും ഞായറാഴ്ചയായിരിക്കും. ഇനി ചിലപ്പോൾ ബുധനാഴ്ചയും കൂടെ വരും. വർക്കിംഗ് ഡേയ്സിലുണ്ട് കേട്ടോ. കണ്ടിന്യൂ എല്ലാ ദിവസവും കാണുമല്ല, ഗ്യാപ്പ് ഇട്ടായിരിക്കും വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ആൽവിൻ. ഗുഡ് ഈവനിങ് സാർ. എന്റെ കുട്ടി 6ലാണ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് 4ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. യെസ്, അതെ. ഇപ്പം 6ലല്ലേ പഠിക്കുന്നത്? അതെ. എന്റെ ഡൗട്ട് അതല്ലേ, 4ാം ക്ലാസ്സിൽ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായി നെക്സ്റ്റ് ഇയറിലാണല്ലോ നമ്മൾ ഈ 7th വരുന്നത്. അതെ. അപ്പൊ അടുത്ത ഈ കോഴ്സ് പീരീഡ് എന്ന് പറയുന്നത് 7th ആണ് അല്ലേ? 7 ആണ് കോഴ്സ് പീരീഡ് എന്ന് പറയുന്നത്. 7 ആണ് കേട്ടോ. 7 to 8 ആണ്. ഓക്കെ. ഫിലിപ്പ്. ഗുഡ് ഈവനിങ് സാർ. ടെൻത്തിലെ ഇൻ്റഗ്രേറ്റഡ് ക്ലാസ്സിനും മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേറ്ററി ക്ലാസ് നമ്മൾ ഫെബ്രുവരി ആരംഭിക്കുകയും ഒറിജിനൽ ആയിട്ടുള്ള ക്ലാസ് ആരംഭിക്കുന്നത് ഏപ്രിൽ മാസമായിരിക്കും. വീക്കിലി ഉണ്ടാവും. താങ്ക് യു. നീരജ് ടി ആർ. ഗുഡ് ഈവനിങ്. ഫുള്ള് മലയാളത്തിലായിരിക്കുമല്ല. ഞാൻ പറഞ്ഞിരുന്നു ഒരു 80% ഇംഗ്ലീഷിലും പിന്നെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ മലയാളത്തിലായിരിക്കും. മലയാളം ഉണ്ടാവും, ഫുൾ ഇംഗ്ലീഷ് എന്ന് പറയില്ല കേട്ടോ. വീട്ടിൽ മലയാളം സംസാരിക്കുന്നുണ്ടോ? മലയാളം മനസ്സിലാവുന്ന ആളാണോ? അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ പോകത്തില്ല. ഇപ്പൊ വെലോസിറ്റിക്ക് പ്രവേഗം എന്നൊന്നും പറയത്തില്ല. വെലോസിറ്റി തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ നോർമലി ഞാൻ പറഞ്ഞല്ലോ 10th പോർഷനോട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പ്രിപ്പറേറ്ററി ക്ലാസ്സസിൽ തന്നെ നമ്മൾ പഠിപ്പിച്ച് കവർ ചെയ്ത് വിടും. കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് വരും. പ്രിപ്പറേറ്ററി ക്ലാസ് എന്ന് പറയുന്നത് ഒരു 10-50 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും വരിക. അത് ഫെബ്രുവരി ഒരു പകുതി അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോട് തുടങ്ങി മാർച്ച് പകുതിയോട് കൂടിയായിരിക്കും ക്ലാസ് തീരുക. അപ്പം ആ ഫെബ്രുവരി മാർച്ചിലായിരിക്കും നമ്മൾ 10th ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് വിടുക. ഓക്കെ. സാറേ ക്ലിയർ ആയില്ല. സോറി. ഇപ്പോ ഈ ഓൺലൈൻ ക്ലാസ് ജസ്റ്റ് സ്വിച്ച് ഓവർ ചെയ്ത് 11th and 12th ഒരു ക്രാഷ് കോഴ്സും കൂടെ വേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പ്രയോറിറ്റി ഉണ്ടാവുമോ? നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 10th കഴിഞ്ഞ് +1 വരുമ്പോൾ ഞങ്ങളുടെ ബാച്ച് +1 ബാച്ചസ് ഉണ്ട്. അപ്പോൾ +1 ബാച്ചിലേക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. അതിന് IIT AIIMS സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ നോർമലി നമ്മുടെ കോഴ്സിൽ പഠിക്കുന്നവർ തന്നെ അഡ്വാൻസ് രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ സ്ക്രീനിങ് ടെസ്റ്റിലും ഈ കുട്ടികൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കാറുണ്ട്. താങ്ക് യു. അനൂപ് കൃഷ്ണ. ഹലോ പറഞ്ഞു. പറഞ്ഞോളൂ സാറേ. അതല്ലോ സാറേ.
ഒരു ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യാം. ഒരു നിയർലി നമുക്ക് 2 to 5 PM ഇന്ത്യൻ ടൈം കേട്ടോ. 2 to 5 ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും അറേഞ്ച് ചെയ്യുക കേട്ടോ. അതെയോ? ആ ഓക്കെ ഓക്കെ. ആഫ്റ്റർനൂൺ ആകുമ്പോൾ സ്കൂൾ എക്സാം നടക്കുന്ന ദിവസമാണ്. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു 2 മണിക്കൂറിൻ്റെ എക്സാം അല്ലേ ഉള്ളൂ. അല്ല, പിറ്റേ ദിവസം സൺഡേ. അക്ഷത, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മോൾ 9th-ലേക്കും 10th-ലേക്കുള്ളതിന് വേണ്ടിയാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പോ കോഴ്സ് 9th-ല് Jan 22 നടക്കുന്ന എക്സാമിന് പോർഷൻസ് പോർഷൻസ് ഉണ്ട്, പിന്നെ കുറെ പോർഷൻസ് കവർ ആകാനും ഉണ്ടാകും. അപ്പൊ നമ്മളത് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിൽ ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് ക്വാളിഫൈഡ് ആകാൻ കഴിയും. പിന്നെ അതേപോലെ അടുത്ത ഡൗട്ട് എന്ന് പറയാൻ റെക്കോർഡഡ് സെഷൻസ് ആണെന്ന് പറഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയോ? ആ ഒരു ദിവസം തന്നെ അറ്റൻഡ് ചെയ്യണം. കാരണം പിറ്റേ ദിവസം അടുത്ത പാർട്ട് വരും. അപ്പം നോർമലി അടുത്ത പാർട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ആയി പോകും. ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ അറിയിച്ചിരിക്കണം. തരും. ക്ലാസ് ആയിട്ട് കൃത്യമായിട്ട് പോകാൻ വേണ്ടി ഷെഡ്യൂൾ ഉണ്ടാവും കേട്ടല്ലോ. അത് പരമാവധി ഫോളോ ചെയ്യാം. ഇനി എത്രയും വലിയ അസൗകര്യം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ടീച്ചറുമായിട്ട് സംസാരിക്കുക കേട്ടോ. ക്ലാസ് ടീച്ചർ എല്ലാവർക്കും, നമ്മുടെ പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാവർക്കും ഇൻഡിവിജ്വൽ കെയറിന് വേണ്ടി ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പേരൻസുമായിട്ട് സംസാരിക്കാനും ടീച്ചേഴ്സ് ഉണ്ടാവും. നമുക്ക് കോർഡിനേറ്റർ ഉണ്ടാവും, ഞാനുണ്ടാവും, എല്ലാവരും ഉണ്ട് കേട്ടോ. ഓക്കെ. പോൾ സൈമൺ. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലാസ് കാണാനുള്ള ലിങ്കും ലൈവ് കയറാനുള്ള ലിങ്കും എല്ലാം കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പരമാവധി വാട്സപ്പ് ചാറ്റിലായിരിക്കും കേട്ടോ. പിന്നെ മെയിലും അയക്കും. അർജുൻ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് എന്റെ മോൻ 8ാം സ്റ്റാൻഡേർഡാണ് ഇപ്പൊ പഠിക്കുന്നത്. ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒളിമ്പ്യാഡിന് അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2021 ഓഗസ്റ്റിലായിരുന്നു. ഇനി അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ നമുക്ക് 2022 ഓഗസ്റ്റോട് കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ആ നോട്ടിഫിക്കേഷൻ വരുന്നത് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോളും കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അന്നേരം ചെക്ക് ചെയ്തേ. ഓക്കെ. അഞ്ചൽ മോളിനി 10th-ലേക്കാണ്. അപ്പം 10th-ലേക്ക് സ്പെഷ്യൽ ട്യൂഷനും വേണ്ടി വരും. ഇത് 11th ക്ലാസ്സിലേക്കല്ലേ എടുക്കണത്. അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയാ ഇപ്പം മാർക്ക് പ്രശ്നമാവില്ലേ 10th-ലെ മാർക്ക്? ഞങ്ങൾക്ക് ഈ വർഷം അല്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാം പെട്ടെന്ന് തുടങ്ങിയത്. ഞങ്ങളൊരു 8-9 വർഷമായിട്ട് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം CBSE പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റീവ് എക്സാം നവംബർ മാസം കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും പറഞ്ഞ് ഞങ്ങൾ ഇത്രയും അഡ്വാൻസ് ആയിട്ട് തന്നെ പഠിച്ചത് കൊണ്ട് ഈ തവണത്തെ CBSE എക്സാം വളരെ ഈസി ആയിരുന്നു. ടൈം 1 എക്സാം വളരെ ഈസി ആയിരുന്നു. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ നോർമലി CBSE ഒരു ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ അവർ സിലബസിൻ്റെ പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമലി എല്ലാ കുട്ടികളും അതിനുവേണ്ടിയാണ്, അങ്ങനെ കഴിവുള്ളവർ മാത്രമായിരിക്കും നമ്മുടെ ഈ സ്ക്രീൻ ടെസ്റ്റ് ക്വാളിഫൈഡ് ആയി മുന്നോട്ട് വരിക കേട്ടോ. പിള്ളേരെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണരുത്. അവർക്ക് പറ്റുന്നതാണ്, ഉറപ്പായും പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. ദേവിപ്രിയ. അത് അയ്യന്തോൾ ഞങ്ങളുടെ സെന്റർ തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയുടെ. എല്ലാ സ്കൂളിൽ പഠിക്കുന്നവർക്കും ചേരാം കേട്ടോ. വരാൻ പറ്റും കേട്ടോ.
മൻഹ. ചോദിച്ചായിരുന്നല്ലോ, അത് ശരിയാണ്, ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ക്ലാസ് ടീച്ചറിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക കേട്ടോ. പരമാവധി നമ്മൾ ക്ലാസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ക്ലാസ് റെക്കോർഡഡ് ആയതിൻ്റെ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ പ്രൊഫൈലിൽ, കുട്ടികളുടെ പ്രൊഫൈലിൽ വെളുപ്പിനെ 1 മണിക്ക് തന്നെ ആക്റ്റീവ് ആക്കും. അത് രാത്രി 10 മണി വരെ ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ഡ്യൂറേഷനിൽ 2 മണിക്കൂർ എപ്പോഴെങ്കിലും കണ്ടാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം സാർ പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഇതേപോലെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ലോവർ ഹാൻഡ് എടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യോ, ഒന്നുകൂടെ എടുപ്പിക്കാം. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പം ചാറ്റ് ബോക്സിൽ നോക്കി പറഞ്ഞു, അതുപോലെ തന്നെ ചോദിച്ചതിന് ആൻസർ പറഞ്ഞു. അപ്പോൾ ഇനി ഇതല്ലാതെ പുതിയതായിട്ട് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റൈറ്റ് ഹാൻഡ് എടുക്കുക. ആരാ? മേഹുൽ. ഹലോ, ഗുഡ് ഈവനിങ് സർ. മേഹുലിന്റെ ഫാദർ ആണ്. പറഞ്ഞോ സാറേ. ജനുവരിയിൽ നടക്കുന്ന അല്ലാതെ ഈ ഫ്യൂച്ചറിലെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടോ, അതോ അവസാനത്തെ ടെസ്റ്റ് ആണെന്ന് അറിയാം. മുമ്പ് നമ്പറും ടെസ്റ്റും നടത്തിയിരുന്നു. അങ്ങനെ നമുക്ക് അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവും. നെക്സ്റ്റ് ഒരു ടെസ്റ്റിൻ്റെ കൺഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് 22 കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ കേട്ടോ. ഇപ്പം പഠിച്ച് മേടിക്കുക. ഇപ്പം വീണ്ടും എഴുതുക. നമ്മൾ ഇപ്പോഴത്തെ പരീക്ഷയെ പരമാവധി വർക്ക് ചെയ്യുക. കാരണം സമയമുണ്ട്, 20 ദിവസം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഓക്കെ സാർ. ഇഷാൻ. പറഞ്ഞു സാർ. സർ, 2 കാര്യങ്ങളാണ് അറിയാനുള്ളത്. ഒന്ന്, ട്രിവാൻഡ്രത്തെ സെന്റർ എവിടെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഞങ്ങളിപ്പോൾ കോവിഡ് കാരണം ട്രിവാൻഡ്രം റീലൊക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇപ്പോൾ തൃശ്ശൂർ സെന്റർ ഫസ്റ്റ് എടുക്കുകയും രണ്ടാമത് വേറൊരു ആവശ്യം വരുമ്പോൾ ട്രിവാൻഡ്രത്തിലേക്ക് മാറുകയും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പരുത്തിപ്പാറ എന്ന് പറയുന്ന പരുത്തിപ്പാറ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സെൻറ്റർ ആയിട്ടുള്ളത്. 2, നമ്മളിപ്പം അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് നമുക്ക് ആ ഫസ്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ തൃശ്ശൂരിൽ ജോയിൻ ചെയ്തിട്ട് പിന്നീട് ഒരു 6 മാസങ്ങൾക്ക് ശേഷം നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് മാറേണ്ടി വന്നാൽ ചെറിയ പോർഷൻസിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയൊരു വ്യത്യാസമേ വരികയുള്ളൂ. അങ്ങനെ മാറ്റിത്തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാറിയാലും നമുക്ക് ടോപ്പിക്ക് തരാം കേട്ടോ, കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ലാതെ പോകാം. ഓക്കെ സാർ. അഭിജിത്ത്. അതെല്ലോ. സിലബസ് കണ്ടായിരുന്നോ? ഞാൻ കാണിച്ചിരുന്നു സിലബസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിലബസ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ സൈറ്റിൽ നിന്ന് എടുക്കുന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ brilliantpala.org എന്ന് പറയുന്ന സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ സൈറ്റ്, നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ അത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ലിങ്ക് കിടപ്പുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് കയറുകയാണെങ്കിൽ 2 രീതിയിലുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് നമ്മുടെ ബ്രില്യൻറ്റ് പാല അറേഞ്ച് ചെയ്യുക. ഒന്ന് 10ൽ പഠിക്കുന്ന, ഈ വർഷം 10ൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള IIT എയിംസിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ 10ൽ നിങ്ങൾക്കുള്ളതല്ല. ഇനി ബാക്കി അടുത്തതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇതായതുകൊണ്ട് നമ്മളിവിടെ എടുക്കുന്നു. അപ്പോൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാമിലേക്ക് പോയി കഴിയുമ്പോൾ പലരും ചിലപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടു കാണുകയില്ല. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ സൈറ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ ഓരോ ക്ലാസ്സിനും ഇവിടെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, അടുത്ത 2ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ദെൻ 3ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 3 സെറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ സിലബസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കോഴ്സ് ബ്രോഷർ എന്ന് കാണിക്കും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് വരികയും ആ ബ്രോഷറിൻ്റെ ഏറ്റവും ലാസ്റ്റ്
നമുക്ക് സിലബസ് സ്ക്രീനിങ് ടെസ്റ്റ് സിലബസ് അവൈലബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ലിങ്ക് ഞങ്ങൾ മെയിലിലും അയച്ചു തരും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇന്ന് ഈ ലിങ്ക് എങ്ങനെ കിട്ടിയ ഗ്രൂപ്പ് വഴിയല്ലേ? യെസ്, അതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, കീർത്തന. ഹലോ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആ, CBSE ക്യാൻസൽ ചെയ്തത് കഴിഞ്ഞൊരു വർഷത്തേക്ക് മാത്രമാണ് ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞേക്കുന്നത്. വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പം നീറ്റിൻ്റെ ഈ വർഷമാണെങ്കിലും +2 CBSE കുറച്ച് പോർഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ നീറ്റ് എക്സാമിൽ അതൊക്കെ വന്നിരുന്നു കേട്ടോ. നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകണം. ഓരോ വർഷവും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ എന്തെങ്കിലും ഫോക്കസ് ഏരിയ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സിലബസാണ് പോകേണ്ടത്. അർജുൻ. ഹലോ സർ. അർജുൻ അർജുൻ കെ. പറഞ്ഞോളൂ സാർ. അർജുൻ കെ. ഗുഡ് ഈവനിങ് സർ. ഞാൻ അർജുൻ കെയുടെ ഫാദറാണ്. പറഞ്ഞു സാറേ. സർ, ഈ പെർസെന്റേജ് ബേസ്ഡ് ഇവാലുവേഷൻസ് ആക്ച്വലി ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പ്രീവിയസ് ഇയേഴ്സിലേക്ക് അത് പെർസെന്റേജ് ബേസ്ഡ് ആയിരുന്നു. കാര്യം കഴിഞ്ഞ അറ്റംപ്റ്റിൽ എന്റെ മോനെ 50% മേളിൽ വാങ്ങിച്ചിട്ട് പോലും അവൻ ക്വാളിഫൈഡ് ആയിക്കൊണ്ടായിരുന്നു. ഈ പെർസെന്റേജ് ബേസ്ഡ് മാർക്സ് എന്തുകൊണ്ടാണ് സർ ഇംപ്ലിമെന്റ് ചെയ്തത്? പെർസെന്റേജ് ബേസ്ഡ് മാർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു എക്സാം കഴിഞ്ഞ വർഷം മുമ്പ് വരെ നമ്മളൊരു ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. ഓഫ്ലൈൻ എക്സാമാണ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്കിന് നല്ലൊരു എമൗണ്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം ഓൺലൈൻ എക്സാമാണ് കണ്ടക്ട് ചെയ്യുക. കുട്ടികളെല്ലാവരും വീട്ടിലാണ്. അപ്പം സ്കോളർഷിപ്പ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പെർസെൻറ്റേജ് പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നത്. അല്ല, പെർസെൻറ്റേജ് അല്ല, സ്കോളർഷിപ്പിന് വേണ്ടിയാണ് നമ്മൾ പെർസെൻറ്റേജ് എടുക്കുക. അഡ്മിഷന് വേണ്ടി എടുക്കുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും. അല്ല, ഓരോ ക്ലാസ് ഓരോ ക്ലാസ്സിനും ഡിഫറെന്റ് പെർസെൻറ്റേജ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് കേട്ടോ. എത്രാം ക്ലാസ് ആയിരുന്നു? നയൻത്തിലേക്കാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 60%-നടുത്ത് സ്കോർ ചെയ്തിട്ട് കിട്ടിയില്ല. എന്നിട്ട് കിട്ടിയില്ല. യൂസർ ഐ ഡി അന്ന് ജസ്റ്റ് ഒന്ന് യൂസർ ഐ ഡി ഒന്ന് പറഞ്ഞേ. കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. 264060. 264060. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എൻ്റെ ഈ മൊബൈൽ നമ്പർ എടുക്കാം. ഞാൻ വിളിച്ചോളാം കേട്ടോ. വേണ്ട, ഞാൻ വിളിച്ചോളാം കേട്ടോ. ഓക്കെ. ഋഷികേഷ്. ഗുഡ് ഈവനിങ്. വൺ ടൈം പേയ്മെന്റ് ആണ് നമ്മൾ പറയുക കേട്ടോ. കാരണം നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഫെബ്രുവരി അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വൺ ടൈം ആയിരിക്കും നടത്തുക. ഇപ്പം സെലക്ഷൻ കിട്ടുന്നവർക്ക് വേണ്ടി വീണ്ടും ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിന് ശേഷം വീണ്ടും ഒരു ലൈവ് ഓറിയന്റേഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. രാഹുൽ ആർ. പറഞ്ഞോളൂ. തുടങ്ങുമല്ലോ.
പരമാവധി ഇപ്പോൾ 10th വരുന്നവരാണെങ്കിൽ നമ്മൾ നോർമലി 10th ക്ലാസ്സസ് ആയിട്ട് പറയുക ഫെബ്രുവരിയിൽ അറേഞ്ച് ചെയ്ത് ഫെബ്രുവരി ഒരു 20 അല്ലെങ്കിൽ 25 കൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാർച്ച് 25 കൂടി അവസാനിപ്പിക്കും. ആ പിന്നീട് ഹയർ ടോപ്പിക് ആയിരിക്കും. ഫുള്ളി 11th ടോപ്പിക് എന്ന് മാത്രം പറയരുത് കേട്ടോ. അതന്നെ 12th ഏതാണ്ട് +1 +2 ഈക്വൽ എന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ +2 നോർമലി നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ നോർമലി 10th ആ പോർഷൻസ് എല്ലാം കവർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ കുട്ടിക്ക് +1 +2 വളരെ ഈസി ആയിട്ടും +2 കഴിയുമ്പോഴേ നല്ല റിസൾട്ടിലേക്ക് പോകാനും പറ്റും. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ഗൗരി ശങ്കർ വീണ്ടും ഞാൻ പറയുകയാണ്, കാരണം അവൻ എയിംസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ബിന്ദു ജെ ബിന്ദു. ഹലോ ഹലോ സർ, ഞാൻ ഹീരാകൃഷ്ണന്റെ അമ്മയാണ്. പറഞ്ഞോളൂ. അത് ഇപ്പം 9th അവർക്ക് ബോർഡ് ICC ആണ്. അപ്പം ബോർഡ് എക്സാം നാളെ തൊട്ട് തുടങ്ങുകയാണ്. അപ്പം ഈ ക്ലാസ് നമുക്ക് 10th എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഇനി തുടങ്ങുന്നത്? ഇപ്പോൾ 9th പഠിക്കുന്നവർക്ക് അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ 10th എന്നാണ് തുടങ്ങുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ സാർ, ഈ കോഴ്സിന്റെ കോഴ്സ് ഡേറ്റുകൾ പറഞ്ഞല്ലോ, 2nd സാറ്റർഡേ അങ്ങനെ 4th സെക്കൻഡ് സാറ്റർഡേ സൺഡേയും 2nd സാറ്റർഡേ മാത്രമേ ഉള്ളൂ. 4th സാറ്റർഡേ കിട്ടത്തില്ല അല്ലേ? ഇല്ല. അങ്ങനെ നോർമലി ഓൺലൈൻ എടുക്കാൻ നോക്കുക കേട്ടോ. അയ്യോ, പാലക്കാട് എന്നാണെങ്കിൽ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈന് വേണ്ടിയാണ്. കാരണം പാലക്കാടിനടുത്ത് നമ്മുടെ തൃശ്ശൂർ സെൻറ്റർ മാത്രമേ ഉള്ളൂ. യാത്ര ചെയ്ത് ഒരിക്കലും നിങ്ങൾ സമയം കളയരുത്. പലരും പറയും ഓൺലൈൻ ക്ലാസ്സും പാടാ ബുദ്ധിമുട്ട്. അങ്ങനെയല്ല, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനാണ് ബെറ്റർ 100%. കാരണം നമുക്ക് ഗൗരി ശങ്കർ പറഞ്ഞിരുന്നു, ഓൺലൈൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയത്. കാരണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനാണ് ബെറ്റർ. ഓക്കെ, ദേവിക പറഞ്ഞോളൂ. അന്നേരം എനിക്കിതിൽ ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഈ സ്ക്രീൻ ടെസ്റ്റിനെ ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കില്ല. ഓക്കെ സർ. ഗൗരി സർ, ഈ സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് എങ്ങനെയാണ് അറിയാം? ലൈക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ മോളുടെ പ്രൊഫൈലിൽ അറിയാം. brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ അറിയാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. തരുൺ. ഹലോ സർ. പറഞ്ഞോളൂ. ഇപ്പൊ മോള് 8th സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ ഇപ്പോ ഞാൻ ജോയിൻ ചെയ്ത ഫുള്ളായിട്ട് ഓൺലൈൻ ക്ലാസ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ ഓഫ്ലൈൻ കണ്ടിന്യൂ ചെയ്യാമോ? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമോ? ഇപ്പോൾ എല്ലാവരും നോർമലി ഓൺലൈൻ തന്നെയാണ് ഞങ്ങൾ ജോയിൻ ചെയ്യിക്കുക. പിന്നീട് നമുക്കൊരു സിറ്റുവേഷൻ മാറുമ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈനിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ഫുള്ളായിട്ടുള്ള പ്രോഗ്രാമുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ പ്രോഗ്രാമും ബ്രില്യൻറ്റ് പാലയുടെ എല്ലാ പ്രോഗ്രാമും നമ്മുടെ റെസിഡൻഷ്യൽ +1 ഇൻ്റഗ്രേറ്റഡ് +2 പ്രോഗ്രാം ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ഉള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ചാപ്റ്റർ ചേരുമ്പോൾ കേട്ടോ. സ്വാതി പ്രസാദ്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫോർമേഷൻ ഒന്നും ഗ്രൂപ്പിലൊന്നും വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ ആഡ് അറിയാം ഓൾറെഡി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ഓർമ്മ വെച്ചിട്ട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ക്ലാസ് പോകുന്നപ്പോഴായിരുന്നു. ഓക്കെ. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആവാം. ഏതായാലും ഒന്ന് ശ്രമിച്ചേക്കാം. വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റാതിരുന്ന വല്ലതായിരിക്കും കേട്ടോ. ഏതായാലും ഒന്നുകൂടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഗ്രൂപ്പിൽ ആഡ് ആയിക്കോളും കേട്ടോ. ഈ ആഴ്ചയിൽ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തവരെ ഒന്നുകൂടെ ഞങ്ങൾ വിളിക്കും കേട്ടോ.
ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ച നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ നമ്പർ എഴുതി വെച്ചു, എൻ്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർക്ക് വേണേലും എടുക്കാവുന്നതാണ്. 89 216 25 507 കേട്ടോ. 25 507. ഹലോ, അലൻ കെ. അലനില്ല. ജോഹന്നാൻ ഇല്ല. എല്ലാവരുടെയും ഡൗട്ട് തീർന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ പറഞ്ഞ നമ്മുടെ ബ്രില്യൻ പാല ജൂനിയേഴ്സിൻ്റെ ലിങ്ക് ഒന്നുകൂടെ ചാറ്റ് ബോക്സിൽ തരാവുന്നതാണ്. കാരണം പലരും ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ അതുവഴി നിങ്ങളെ അറിയിച്ചിരിക്കും. അപ്പം എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ ഒരു 2 മണിക്കായിരിക്കും ആരംഭിക്കുക. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് 15-ാം തീയതി സാറ്റർഡേയിലായിരിക്കും രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് 20, 21 ഡെമോ ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് 4 എക്സാമാണ് നമ്മൾ ജനുവരി 22-ാം തീയതിക്കത്തെ എക്സാമിന് മുമ്പായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂളായിട്ട് തന്നെ ഇരുന്ന് നമ്മുടെ ടോപ്പിക്കുകൾ പഠിക്കുക, എക്സാമുകൾ എഴുതുക. അപ്പം മോക്ക് ടെസ്റ്റിന് മുമ്പ് നിങ്ങൾക്കൊരു സെൽഫായിട്ടൊരു പരീക്ഷ എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ എല്ലാ ക്ലാസ്സിൻ്റെയും 3 സെറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് സ്വയം എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് ഇവാലുവേഷൻ നടത്തി മോക്ക് ടെസ്റ്റിൽ നല്ല റിസൾട്ടും നമ്മുടെ ഒറിജിനൽ എക്സാമിൽ മികച്ച റിസൾട്ടിലേക്കും പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. കാരണം എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു. അപ്പം മീറ്റിംഗ് നമ്മൾ ഒരു 1.25 മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാകും. ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ, വാട്സപ്പ് നമ്പറാണ്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ റിപ്ലൈ തരാവുന്നതാണ്. അപ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പേരൻസിനും കുട്ടികൾക്കും നന്ദി, നമസ്കാരം.